ഹായ് ഓൾ, വെൽക്കം ടു ബിഗ് ലേണിംഗ്. അപ്പോൾ ഏറെ നാളായിട്ട് നമ്മുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു എക്സാം ആണ് നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിന്റെ അസിസ്റ്റന്റ് എഞ്ചിനീയറിംഗ് പോസ്റ്റിലേക്കുള്ള എക്സാം. സോ ദിസ് ടൈം എക്സാം ഓൾറെഡി വിളിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഡിസംബർ 15 എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത്. സോ എക്സാം ഡേറ്റ് വന്നതിനോടൊപ്പം കൂടെ തന്നെ ഒരു ചേഞ്ച് നമ്മുടെ സിലബസിൽ വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ പണ്ടൊക്കെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മാത്രമായിരുന്നു നമ്മൾ പഠിക്കേണ്ടിയിരുന്നത്. പക്ഷെ ഇപ്പോ അതിന്റെ ഒപ്പം തന്നെ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗും മൈനിങ് എഞ്ചിനീയറിംഗ് പേപ്പറും കൂടെ സിലബസിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ അതിലെ മൈനിങ് എഞ്ചിനീയറിംഗിലെ ഒരു മോഡ്യൂൾ ക്ലാസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. മോഡ്യൂൾ 2 ആണ് ഞാൻ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ ഈ ഒരു വീഡിയോക്കകത്ത് കാണാൻ പോകുന്നത് നമ്മുടെ മോഡ് ഓഫ് എൻട്രീസ്, നമ്മുടെ മൈനിലേക്കുള്ള മോഡ് ഓഫ് എൻട്രീസിനെ പറ്റിയും അതുപോലെ ടൈപ്സ് ഓഫ് മൈനിങ്, അതിന്റെ ഒരു ബേസിക് ഐഡിയ, എന്താണ് ഓപ്പൺ കാസ്റ്റ് മൈനിങ്, എന്താണ് അണ്ടർഗ്രൗണ്ട് മൈനിങ്, പിന്നെ ഒരു മൈൻ സൈറ്റും ഒരു മൈൻ സൈസിന്റെയും സെലക്ഷൻ പ്രൊസീജിയേഴ്സ്, എങ്ങനെയാണ് നമ്മൾ ഒരു മൈൻ സൈറ്റ് സെലക്ട് ചെയ്യുക, ഒരു മൈനിന്റെ സൈസ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് മോഡ് ഓഫ് എൻട്രീസ് ആണ്. So the mode of entry into a mine refers to the method used to access the mineral deposit below the surface. അതായത് നമുക്ക് സർഫസിന്റെ താഴെ, നമുക്കറിയാം ഒരു മിനറൽ ഡെപ്പോസിറ്റ് എപ്പോഴും നമുക്ക് മണ്ണിന്റെ അടിയിലാണ്. അത് ഡെപ്തിലാവാം, ഡെപ്ത് ചിലപ്പോൾ ഒരുപാട് ഡെപ്തിലായിരിക്കണം എന്നില്ല, ചിലപ്പോൾ അത് ഒരുപാട് ഡെപ്തിലായിരിക്കാം. അപ്പോ ആ ഡെപ്തിൽ ഇരിക്കുന്ന മിനറൽ ഡെപ്പോസിറ്റിനെ ആക്സസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ മോഡ് ഓഫ് എൻട്രി എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമുക്കൊരു വീട്ടിലേക്ക് കടക്കണമെങ്കിൽ അവിടെ ഒരു ഗേറ്റ് ഉണ്ടാവും, അല്ലെ? ഒരു സ്കൂളിലേക്ക് കടക്കണമെങ്കിൽ ഒരു ഗേറ്റ് ഉണ്ടാവും. അപ്പൊ അതുപോലെ ഒരു മൈൻ, ഒരു മിനറൽ ഡെപ്പോസിറ്റിന്റെ അടുത്ത് എത്താൻ വേണ്ടി നമ്മൾ ആക്സസ് ചെയ്യുന്ന ആ ഒരു പോയിന്റിനെയാണ് എൻട്രി പോയിന്റ് അല്ലെങ്കിൽ മോഡ് ഓഫ് എൻട്രി എന്ന് നമ്മൾ വിളിക്കുന്നത്. സോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോഡ് ഓഫ് എൻട്രീസ് എന്തൊക്കെയാണ്, അത് ഏതൊക്കെ സാഹചര്യത്തിലാണ് ഓരോ ടൈപ്പ് ഓഫ് എൻട്രീസ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കിനകത്ത് നമ്മൾ പഠിക്കുന്നത്. സെക്കൻഡ് പോയിന്റ്, selection depends on several factors such as depth of the ore body, geology, terrain, safety, cost and type of mining. നമ്മുടെ മോഡ് ഓഫ് എൻട്രിയുടെ സെലക്ഷൻ ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. കുറച്ച് ഫാക്ടേഴ്സ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും മെയിൻ ആയിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഓർ ബോഡി കിടക്കുന്ന ഡെപ്ത് എത്രയാണെന്നുള്ളതാണ് ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയാം. സെക്കൻഡ് വൺ ഇസ് ജിയോളജി ഓഫ് ദ ഏരിയ, തേർഡ് വൺ ഇസ് ടെറൈൻ, ഫോർത്ത് വൺ ഇസ് സേഫ്റ്റി, ദെൻ കോസ്റ്റ് ആൻഡ് ടൈപ്പ് ഓഫ് മൈനിങ്. ഇത് ഓരോന്നും എന്തൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് പറയുകയാണെങ്കിൽ ഡെപ്ത് ഓഫ് ദ ഓർ ബോഡി. അതായത് ഒരു എക്സാമ്പിൾ ഞാനിപ്പോ പറയാണ്, നമുക്ക് ഒരു ഗ്രൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു 1000 കിലോമീറ്റർ ഡിസ്റ്റൻസിനകത്ത് തന്നെ 2 ടൈപ്സ് ഓഫ് ഡെപ്പോസിറ്റ് നമുക്ക് ഉണ്ടെന്ന് ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കാണാം. ഫസ്റ്റ് വൺ ഇസ് ക്ലോസ് ടു ദി എർത്ത് സർഫസ്, ഡെപ്ത് അധികം ഇല്ലാത്ത എർത്തിന്റെ സർഫസുമായിട്ട് ക്ലോസ് ആയിട്ട് കിടക്കുന്ന ഒരു ഓർ ഡെപ്പോസിറ്റും. സെക്കൻഡ് വൺ ഇസ് ഡീപ്പ് ആയിട്ട് കിടക്കുന്ന ഒരു ഓർ ഡെപ്പോസിറ്റ്, അവിടെ ഡെപ്ത് കൂടുതലാണ്, ഇവിടെ ഡെപ്ത് കുറവാണ്. ഓക്കെ, ഇപ്പൊ എങ്ങനെയാണ് ഡെപ്ത് ഒരു ഫാക്ടർ ആവുന്നത് ഇൻ കേസ് ഓഫ് മോഡ് ഓഫ് എൻട്രി എന്നുള്ളതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് കേസ് ഞാൻ ഇതാണ് എടുക്കുന്നത്, ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഇതാണ് ഫസ്റ്റ് കേസ് ആയിട്ട് എടുക്കുക. ഇതാണ് നമ്മൾ സെക്കൻഡ് കേസ് ആയിട്ട് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് കേസ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്, ഡെപ്ത് ഓഫ് ദ ഓർ ബോഡി ഷാലോവർ, ഡെപ്ത് ഷാലോവർ ആണ്, എർത്തിന്റെ സർഫസുമായിട്ട് ചേർന്ന് അടുത്താണ് കിടക്കുന്നത്. സോ ഇങ്ങനെ ഒരു ഇത് വരുമ്പോൾ, ഒരു ഓപ്ഷൻ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ നോക്കും എങ്ങനെയായിരിക്കും നമുക്ക് ഈ ഓർ ഡെപ്പോസിറ്റിലേക്ക് കൂടുതൽ അടുത്തേക്ക് എത്താൻ പറ്റുക, ഓർ ഡെപ്പോസിറ്റിനെ ടച്ച് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ നോക്കും. സോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവിടുത്തെ മുകളിലത്തെ സോയിൽ കവർ അല്ലെങ്കിൽ റോക്ക് കവർ ആക്ച്വലി വളരെ തിന്നായിട്ടുള്ള ഒരു കവറാണ് നമുക്കുള്ളത്. സോ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതിയാവും, ഇതിനെ റിമൂവ് ചെയ്ത് മാറ്റിയാൽ മതിയാവും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ ഒരു പിറ്റ് എടുക്കുകയാണ് ചെയ്യുക. ഒരു ഓപ്പൺ പിറ്റ് എന്നാണ് അതിനെ വിളിക്കുന്നത്, ഓപ്പൺ പിറ്റ്. ഒരു പിറ്റ് എടുത്ത് നമ്മൾ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്, ഈ കിടക്കുന്ന ലൂസ് ആയിട്ടുള്ള സോയിൽ കവർ അല്ലെങ്കിൽ റോക്ക് കവറിനെ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് എക്സ്കവേറ്റ് ചെയ്ത് പുറത്തേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. ഈ നമ്മുടെ ഓർ ഡെപ്പോസിറ്റിന് പുറത്ത് കിടക്കുന്ന വേസ്റ്റ് ആയിട്ടുള്ള സോയിലിനെയും റോക്കിനെയൊക്കെ വിളിക്കുന്ന പേരാണ് ഓവർ ബേർഡൻ എന്ന് വിളിക്കും, ഓവർ ബേർഡൻ. ഓക്കെ, ഈ ഓവർ ബേർഡനെ നമ്മൾ കളക്ട് ചെയ്തിട്ട് വേറൊരു സ്ഥലത്തേക്ക് നമ്മൾ ഡംപ് ചെയ്ത് വെക്കും. അതിനെയാണ് മൈൻ ഡംപ് എന്നൊക്കെ വിളിക്കാറുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് താഴോട്ട് പഠിക്കാം. അപ്പോൾ ഓവർ ബർഡൻ നമ്മൾ എന്ത് ചെയ്യുന്നു, സിംപ്ലി എന്ത് ചെയ്യാണ്, ഇവിടെ നിന്ന് എടുത്തു മാറ്റുകയാണ്, ഓവർ ബർഡനെ റിമൂവ് ചെയ്തു. അപ്പൊ അവിടെ ഒരു ഓപ്പൺ ആയിട്ട് ഒരു നമുക്ക് എങ്ങനെയാ സർഫസിൽ ഇങ്ങനെ ഒരു ഓപ്പൺ പിറ്റ് ആയിട്ടായിരിക്കും കിട്ടുക. ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നമ്മുടെ ബോഡി ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും, ഓർ ബോഡി. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മിനറൽസിനെ
പുറത്തേക്ക് എടുക്കാനായിട്ട് സാധിക്കും. സെക്കൻഡ് കേസിൽ എങ്ങനെയാണ്? സെക്കൻഡ് കേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ സർഫസ് എങ്കിൽ ഇതാണ് നമ്മുടെ ഓർ ബോഡി. അവിടെ നമുക്ക് ഡെപ്ത് കൂടുതലാണ്. സോ നമുക്കൊരു പിറ്റ് എടുത്ത് ഇതിലേക്ക് എത്തുക എന്ന് പറയുന്നത് എളുപ്പമല്ല അല്ലെ? നമ്മൾ അത്രയും ഡീപ്പായിട്ട് ഒരു പിറ്റ് എടുക്കേണ്ടി വരും. അത് നടക്കുന്ന നമുക്ക് അത്രയും ഫീസിബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. സോ നമ്മൾ ഇവിടെ എന്താ ചെയ്യുക? നമ്മൾ ഇവിടെ ഡ്രില്ല് ചെയ്തിട്ട് പൈപ്പുകൾ അല്ലെങ്കിൽ ഷാഫ്റ്റുകൾ എന്നൊക്കെ വിളിക്കും, പൈപ്പുകൾ ഇട്ട് ഈ പൈപ്പിനകത്തൂടെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ഈ ഓർ ബോഡീനെ ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എത്തിയതിനു ശേഷം ഇവിടുത്തെ മിനറൽസിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോ ഇതാണ് രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ അണ്ടർഗ്രൗണ്ട് മൈനിങ് എന്ന് വിളിക്കുക. ഇതിനെ ഓപ്പൺ പിറ്റ് മൈനിങ് എന്നും ഇതിനെ അണ്ടർഗ്രൗണ്ട് മൈനിങ് എന്നും വിളിക്കും. അപ്പൊ ഡെപ്ത് കൂടുതലുള്ള കേസുകളിൽ നമ്മൾ എപ്പോഴും അണ്ടർഗ്രൗണ്ട് മൈനിങ് ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. ഈ അണ്ടർഗ്രൗണ്ട് മൈനിങ്ങിന് ഒരുപാട് മോഡ് ഓഫ് എൻട്രീസ് ഉണ്ട്. നമ്മൾ അഡിറ്റ് എന്നും ഷാഫ്റ്റ് എന്നൊക്കെ വിളിക്കും. ഈ വെർട്ടിക്കലി കിടക്കുന്ന ഈ പൈപ്പിനെയാണ് നമ്മൾ ഷാഫ്റ്റ് എന്ന് വിളിക്കുക. പിന്നെ ഇൻക്ലൈൻ എന്ന് പറഞ്ഞൊരു എൻട്രി മോഡ് ഉണ്ട്. ഇതെല്ലാം അണ്ടർഗ്രൗണ്ട് മൈനിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്. ഓപ്പൺ മൈനിങ്ങിന്റെ കേസിൽ നമുക്ക് മോഡ് ഓഫ് എൻട്രി വരുന്നത് ജസ്റ്റ് ഈ റിമൂവൽ ഓഫ് സോയിൽ കവർ ആണ്. അതിനെ നമ്മൾ സ്ട്രിപ്പിംഗ് എന്നാണ് വിളിക്കുക. നമ്മൾ അടുത്ത സ്ലൈഡിൽ അതൊന്നുകൂടെ കാണും. സ്ട്രിപ്പിംഗ് ഓഫ് ദി ഓവർബർഡൻ എന്നാണ് വിളിക്കുന്നത്. സോ ഇതാണ് ഡെപ്ത് ഓഫ് ദ ഓർ ബോഡി എങ്ങനെയാണ് മോഡ് ഓഫ് എൻട്രി കണ്ടുപിടിക്കുന്നതിൽ ഒരു ഫാക്ടർ ആവുന്നത് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സെക്കൻഡ് പോയിന്റിലേക്ക് നമുക്ക് പോവാം. ജിയോളജി ഓഫ് ദി ഏരിയ. ജിയോളജി ഓഫ് ദി ഏരിയ പറയുമ്പോൾ ജിയോളജി എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ജിയോളജി ജോഗ്രഫി നമ്മളെപ്പോഴും കൺഫ്യൂസ്ഡ് ആയി പോകുന്ന രണ്ട് ടേംസ് ആണ്. ആക്ച്വലി ഇത് രണ്ട് മെന്റലി ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് സബ്ജക്റ്റുകളാണ്. ജിയോളജി എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ റോക്കിനെ പറ്റിയും അവിടുത്തെ എർത്തിന്റെ കണ്ടീഷൻസ്, അതായത് സർഫസിന്റെ അടിയിൽ എർത്തിൽ എന്തൊക്കെ നടക്കുന്നു, ഇതൊക്കെയാണ് നമ്മൾ ജിയോളജിയിലും കൂടുതലായിട്ട് പഠിക്കുക. അതേസമയം നമ്മുടെ ജോഗ്രഫി എന്ന് പറയുന്നത് എപ്പോഴും ടെറൈൻ ആണ്. നമ്മൾ പുറത്ത് കാണുന്ന ഫീച്ചേഴ്സ് മാത്രമാണ് നമ്മൾ ജോഗ്രഫിയിൽ പഠിക്കുന്നത്. ഓക്കെ, നമ്മൾ എന്താ പറയാ, നമ്മൾ മൗണ്ടൻസ് കാണുന്നു, വാലീസ് കാണുന്നു, ഇതെല്ലാം ജോഗ്രഫി നമ്മൾ പഠിക്കുന്നതാണ്. അതേസമയം എർത്തിന്റെ ഫോർമേഷൻ, എർത്തിന്റെ അകത്ത് നടക്കുന്ന പ്രോസസ്സുകൾ, ഇതെല്ലാമാണ് നമ്മൾ ജിയോളജി പഠിക്കുന്നത്. സോ ജിയോളജിയും ഒരു ഫാക്ടറാണ്, ടെറൈൻ അതായത് ജോഗ്രഫിയും ഇവിടെ ഒരു ഫാക്ടർ തന്നെയാണ്. ഇപ്പൊ ജിയോളജി എങ്ങനെയാണ് ഫാക്ടർ ആവുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ അണ്ടർഗ്രൗണ്ട് മൈനിങ്, മെയിൻ ആയിട്ട് നമ്മുടെ അണ്ടർഗ്രൗണ്ട് മൈനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ചുറ്റും ഇരിക്കുന്ന റോക്കുകളുടെ ജിയോളജി ഇസ് വെരി ഇമ്പോർട്ടന്റ്. കാരണം ഹാർഡ് റോക്ക് ആണോ സോഫ്റ്റ് റോക്ക് ആണോ ഇതിന്റെ ചുറ്റും ഇരിക്കുന്നത് എന്നത് വെച്ചിട്ടായിരിക്കും നമ്മുടെ ഷാഫ്റ്റ് ഇടുന്നതും ടണൽ നമ്മൾ ബിൽഡ് ചെയ്യുന്നതും അല്ലെങ്കിൽ പൈപ്പ് ഇടുന്നതും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതായത് ഇപ്പൊ സോഫ്റ്റ് റോക്ക് ആയിട്ടുള്ള ഏരിയയിൽ നമുക്ക് ടണൽ ഇടുന്നത് കേൾക്കുമ്പോൾ എളുപ്പമായിരിക്കും, പക്ഷെ അവിടുത്തെ ജിയോളജി സ്റ്റേബിൾ അല്ല എന്നുണ്ടെങ്കിൽ, സോഫ്റ്റ് ആയിട്ടുള്ള റോക്കാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ടണൽ ഇടുമ്പോൾ അത് മൊത്തം ഏരിയനെ അത് ബാധിക്കും. അതേസമയം ഹാർഡ് ആയിട്ടുള്ള ഗ്രാനൈറ്റ് പോലുള്ള ഹാർഡ് റോക്സ് ആണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ അത്രയും എഫിഷ്യന്റ് ആയിട്ടുള്ള മെഷീൻ വെച്ച് ഡ്രിൽ ചെയ്യേണ്ടി വരും, അത്രയും എഫിഷ്യന്റ് ആയിട്ടുള്ള പൈപ്പ് ഇടേണ്ടി വരും, കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇതെല്ലാം ഒരു ഫാക്ടറാണ്. ജിയോളജിയിൽ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ റോക്കിന്റെ പ്രോപ്പർട്ടീസ്, റോക്ക് ആൻഡ് സോയിൽ പ്രോപ്പർട്ടീസ് കവറിംഗ് ദി ഓർ ഡെപ്പോസിറ്റ്, അതാണ് ഫസ്റ്റ് ഫാക്ടർ. സെക്കൻഡ് ഒരു ഫാക്ടർ ആയിട്ട് വരുന്നത് ഹൈഡ്രോ ജിയോളജി ഓഫ് ദ ഏരിയ. ഹൈഡ്രോ ജിയോളജി ഓഫ് ദി ഏരിയ. ഹൈഡ്രോ ജിയോളജി എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ ഇവിടെ നമ്മുടെ ഓർ ഡെപ്പോസിറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നമുക്ക് ഷാഫ്റ്റ് ഇട്ടിട്ട് വേണം ഇതിന്റെ അടുത്തേക്ക് എത്തിച്ചേരാൻ, അല്ലെങ്കിൽ ഒരു പൈപ്പ് ഇട്ടിട്ട് വേണം ഇതിന്റെ അടുത്തേക്ക് എത്തിച്ചേരാൻ. അപ്പൊ ഈ പൈപ്പ് ഇടുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ എർത്തിന്റെ താഴെ എല്ലാ സമയവും കോൺസ്റ്റന്റ് ആയിട്ട് കണ്ടുവരുന്ന ഗ്രൗണ്ട് വാട്ടർ കണ്ടീഷൻസ് അവൈലബിൾ ആണ്. നമുക്ക് എല്ലായിടത്തും ഉള്ളതാണ് ഈ ഗ്രൗണ്ട് വാട്ടർ കണ്ടീഷൻസ്. അപ്പൊ ഗ്രൗണ്ട് വാട്ടർ ഇവിടെ നമുക്ക് ഒരു നമുക്ക് ഗ്രൗണ്ട് വാട്ടർ ഇവിടെ വരുമ്പോൾ എന്താ പറ്റുന്നതെന്ന് പറഞ്ഞാല് നമ്മൾ ഈ ഡ്രിൽ ചെയ്ത് ഇറങ്ങുന്ന സമയത്ത് ഗ്രൗണ്ട് വാട്ടർ നമ്മൾ മീറ്റ് ചെയ്യുകയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ഗ്രൗണ്ട് വാട്ടർ കണ്ടാമിനേറ്റഡ് ആവാനും എല്ലാത്തിനുമുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഗ്രൗണ്ട് വാട്ടർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സെൻസിബിൾ തിങ് ആണ്, നമുക്ക് ആൾക്കാർക്ക് ഡ്രിങ്കിങ് പർപ്പസ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. സോ കണ്ടാമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നമുക്ക് ഗ്രൗണ്ട് വാട്ടറിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഏരിയയിലെ ഗ്രൗണ്ട് വാട്ടറിനെ സേഫ് ആയിട്ട് വെച്ചേ പറ്റുള്ളൂ. സോ വാട്ട് വി ഡു ഇസ് നമ്മൾ എന്ത് ചെയ്യും, പുറത്തു ഒരു സ്ഥലത്തിൽ നിന്നും ഈ ഗ്രൗണ്ട് വാട്ടറിനെ കണ്ടിന്യൂസ് ആയിട്ട് പമ്പ് ചെയ്യും. കണ്ടിന്യൂസ് ആയിട്ട് പമ്പ് ചെയ്ത് അതിന്റെ അടുത്ത് തന്നെ ഒരു റിസർവോയർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ മാറ്റിക്കൊണ്ടിരിക്കും. ഈ ഗ്രൗണ്ട് വാട്ടറിനെ നമ്മൾ അതിലേക്ക് സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ കണ്ടിന്യൂസ്ലി പമ്പ് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയയിലെ ഗ്രൗണ്ട് വാട്ടറിന്റെ ലെവൽ ആക്ച്വലി ഡിക്ലൈൻ ചെയ്യും. ഓക്കെ, താഴേക്ക് ഇറങ്ങും. അപ്പോൾ കുറച്ച് നാൾ പിന്നെ എന്തായിരിക്കും, കണ്ടിന്യൂസ്ലി നമ്മൾ പമ്പ് ചെയ്യണം. കണ്ടിന്യൂസ് പമ്പിംഗ് മീൻസ് 24/7 നമ്മൾ പമ്പ് ചെയ്യണം. അപ്പൊ എന്താണ്, ഗ്രൗണ്ട് വാട്ടറിന്റെ കണ്ടീഷൻസ് ഇവിടെ ഡിക്ലൈൻ ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുത്തെ ഗ്രൗണ്ട് വാട്ടർ നമുക്ക് എന്ത് ചെയ്തു, പോയി. അവിടുത്തെ ഗ്രൗണ്ട് വാട്ടർ നമുക്ക് പമ്പ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ആയിരുന്ന ഗ്രൗണ്ട് വാട്ടർ എന്ത് ചെയ്യും, താഴേക്ക് ഡിക്ലൈൻ ചെയ്യുന്നു.
അപ്പൊ ഇവിടെ ഗ്രൗണ്ട് വാട്ടർ ഇപ്പൊ ഇല്ല. സോ വാട്ട് വി ക്യാൻ ഡു ഇസ് ഡ്രില്ല് ചെയ്ത് നമുക്ക് നമ്മുടെ ഡെപ്പോസിറ്റിലേക്ക് എത്താം, അതിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. അതിനെ ഡ്രില്ല് ചെയ്തെടുക്കും തോറും എന്താണ്, നമ്മൾ എക്സ്കവേറ്റ് ചെയ്തെടുക്കുന്നു, വീണ്ടും നമ്മൾ താഴേക്ക് വരുന്നു, വീണ്ടും ഗ്രൗണ്ട് വാട്ടർ വരാണെങ്കിൽ വീണ്ടും നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, പമ്പ് ചെയ്ത് മാറ്റാം. അപ്പൊ വീണ്ടും ഗ്രൗണ്ട് വാട്ടർ ലെവൽ ഡിക്ലൈൻ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഒരു മൈനിങ് ചെയ്യുന്നത്. ഗ്രൗണ്ട് വാട്ടറിനെ അങ്ങനെയാണ് നമ്മൾ സേഫ് ആക്കി കൊണ്ടുപോകുന്നത്. സോ ജിയോളജിക്കകത്ത് ഞാൻ പറഞ്ഞ പോലെ റോക്ക് പ്രോപ്പർട്ടീസും നോക്കണം, ഹൈഡ്രോ ജിയോളജി ഓഫ് ദി ഏരിയയും സെൻസിബിൾ ആയിട്ട് നമ്മൾ നോക്കേണ്ട കാര്യങ്ങളാണ്. ദെൻ കമ്മിങ് ടു ദ തേർഡ് വൺ ഇസ് ടെറൈൻ. ടെറൈൻ ഈ പറഞ്ഞ പോലെ ജോഗ്രഫി ഓഫ് ദി ഏരിയ ആണ്. ഒരു ഹില്ലി ഏരിയ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് അത്രയും ടണലിന്റെ അല്ലെങ്കിൽ നമ്മുടെ പൈപ്പിന്റെ ലെങ്ത് കൂട്ടിയാൽ മാത്രമേ ഓവർ ഡെപ്പോസിറ്റിലേക്ക് എത്താനായിട്ട് കഴിയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഹൊറിസോണ്ടൽ ആയിട്ട് പൈപ്പുകളൊക്കെ ഇടേണ്ടി വരും. അങ്ങനെയുള്ള മെത്തേഡ്സും ഉണ്ട്, നമ്മൾ താഴെയുള്ള സ്ലൈഡുകളിൽ പഠിക്കും. ഓപ്പൺ കാസ്റ്റ് മൈനിങ്ങിന്റെ കേസിലാണെങ്കിലും ഈ പറയുന്ന പോലെ നല്ല പോലത്തെ ജോഗ്രഫി ഫ്ലാറ്റ് ആയിട്ടുള്ള ടെറൈൻ ആണെങ്കിൽ നമുക്ക് അത്രയും പണി കുറവാണ് അതിന്റെ അടുത്തേക്ക് എത്താൻ. അതേസമയം കുറച്ച് ഓവർ ബേർഡൻ കൂടിയ ഒരു റീജിയൻ ആണെങ്കിൽ അത്രയും ബുദ്ധിമുട്ടുള്ളതായിരിക്കും. അത്രേ ഉള്ളൂ. അതാണ് ടെറൈനിന്റെ ഫാക്ടർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് സേഫ്റ്റി. സേഫ്റ്റിയുടെ കാര്യം പറയുമ്പോൾ സേഫ്റ്റി നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ പൈപ്പൊക്കെ ഇടുന്ന സമയത്ത് എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ അണ്ടർഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയാണ് അവിടെ എക്സ്കവേഷൻ നടത്തുക. അപ്പോൾ അത് നമുക്ക് അവിടെ ഓക്സിജൻ കുറവായിരിക്കും, അതുപോലെ ഡാർക്കർ വർക്കിംഗ് കണ്ടീഷൻസ് ആയിരിക്കും. അപ്പൊ അങ്ങനെ നമ്മുടെ വർക്കേഴ്സിനുള്ള സേഫ്റ്റി കണ്ടീഷൻസ് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ നമുക്ക് ഒരു ടൈപ്പ് ഓഫ് എൻട്രി അവിടെ ആഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ആ സേഫ്റ്റി നമ്മൾ നോക്കും. ദെൻ കോസ്റ്റ്. കോസ്റ്റ് എന്ന് പറഞ്ഞത് നമ്മൾ ഈ പറയുന്ന പോലെ എന്താണ്, കോസ്റ്റ് ഓഫ് ദി നമ്മുടെ ഷാഫ്റ്റ് അടിക്കുക അല്ലെങ്കിൽ ടണൽ ക്രിയേറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഇറ്റ് ഇസ് എ വെരി കോസ്റ്റ്ലി പ്രോസസ്. ആ കോസ്റ്റും നമുക്ക് മൈൻഡിൽ ഉണ്ടെങ്കിൽ മാത്രമേ ടൈപ്പ് ഓഫ് എൻട്രി ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. ദെൻ ടൈപ്പ് ഓഫ് മൈനിങ് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഓപ്പൺ പിറ്റ് മൈനിങ്ങും ആവാം. ഓപ്പൺ പിറ്റ് എന്ന് പറയുമ്പോൾ സർഫസിനോട് ചേർന്ന് കിടക്കുന്നതും, അണ്ടർഗ്രൗണ്ട് നമ്മൾ എടുക്കുന്നത് എപ്പോഴും ഡെപ്തിൽ കിടക്കുന്ന ഓർ ബോഡീസിനായിരിക്കും അണ്ടർഗ്രൗണ്ട് മൈനിങ് നമ്മൾ എടുക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. Access to the deposit must be gained either by stripping the overburden, covering the deposit to expose the near surface ore for mining. Second one is by excavating openings from the surface to access more deeply buried deposits to prepare for underground mining. ഞാൻ ഓൾറെഡി പറഞ്ഞ രണ്ട് പോയിന്റുകളാണ്. സ്ട്രിപ്പിംഗ് ദ ഓവർബർഡൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ എന്താണ്, സർഫസിനോട് ചേർന്ന് കിടക്കുന്ന ഓർ ഡെപ്പോസിറ്റ് ആണെങ്കിൽ നമ്മൾ ഈ ഓവർ ബർഡനെ സിംപ്ലി എടുത്തു മാറ്റുന്ന പ്രോസസ്സിനെയാണ് സ്ട്രിപ്പിംഗ് എന്ന് വിളിക്കുക. ജസ്റ്റ് ടു റിമൂവ് എന്നാണ് മീനിങ് വരുന്നത്. ജസ്റ്റ് എന്ത് ചെയ്യുക, അതിനെ അവിടെ എടുക്കുന്നു, മാറ്റുന്നു, വേറൊരു സ്ഥലത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ഡംപ് ചെയ്യാണ് ചെയ്യുന്നത്. അതിനാണ് സ്ട്രിപ്പിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താണ്, നമ്മുടെ നിയർ സർഫസ് ഓർ സർഫസിൽ എക്സ്പോസ്ഡ് ആവും. എക്സ്പോസ്ഡ് ആകുമ്പോൾ നമുക്ക് അവിടെ വെച്ച് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഓർ ഡെപ്പോസിറ്റുകളെ കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. സെക്കൻഡ് കേസ് പറയുന്നത് ബൈ എക്സ്കവേറ്റിംഗ് ഓപ്പണിങ്സ്. ഈ പറഞ്ഞ പോലെ ഡെപ്തിൽ കിടക്കുന്ന ഓർ ബോഡീസിന്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യണം, സർഫസിൽ നിന്നും ഓപ്പണിങ്സ് നമ്മൾ ആഡ് ചെയ്ത് ഓപ്പണിങ്ങിൽ കൂടെ താഴേക്ക് ഇറങ്ങി വേണം നമ്മൾ ഈ ഓർ ബോഡിയിലേക്ക് എത്തിച്ചേരാൻ. ഇത് രണ്ടുമാണ് നമ്മുടെ ഡെപ്പോസിറ്റിലേക്കുള്ള ആക്സസ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. 2 ടൈപ്സ് ആണ് വരുന്നത്. അതിൽ സ്ട്രിപ്പിംഗ് ദ ഓവർബർഡൻ വരുന്നത് ഓപ്പൺ പിറ്റ് മൈനിങ്ങിന്റെ കേസിലും, ഞാൻ ഇവിടെ എഴുതാം, ഓപ്പൺ പിറ്റ് മൈനിങ് അല്ലെങ്കിൽ ഓപ്പൺ കാസ്റ്റ് മൈനിങ് എന്നൊക്കെ വിളിക്കും. എക്സ്കവേറ്റിംഗ് ഓപ്പണിങ്സ് നമ്മൾ ചെയ്യുന്നത് എപ്പോഴും അണ്ടർഗ്രൗണ്ട് മൈനിങ്ങിന്റെ കേസിലായിരിക്കും. അണ്ടർഗ്രൗണ്ട് മൈനിങ്. ഓക്കെ, അപ്പോൾ ഓപ്പൺ കാസ്റ്റ് മൈനിങ് ചെയ്യുമ്പോൾ ആക്സസ് മെത്തേഡ് സ്ട്രിപ്പിംഗ് ആണ്. അണ്ടർഗ്രൗണ്ട് മൈനിങ് ചെയ്യുമ്പോൾ ആക്സസ് മെത്തേഡ് ഓപ്പണിങ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ നിയർ സർഫസ് ഓർ, നമ്മൾ ആദ്യത്തെ ടൈപ്പ് ഓഫ് മൈനിങ്ങിലോട്ട് പോവാണ്. നിയർ സർഫസ് ഓർ ആണ് സർഫസിനോട് ചേർന്ന് കിടക്കുന്നത്. അതായത് ഓപ്പൺ മൈൻസ് അല്ലെങ്കിൽ ഓപ്പൺ കാസ്റ്റ് മൈൻസ്, ഓപ്പൺ പിറ്റ് മൈൻ, അങ്ങനെ പല പേരിൽ ഇത് അറിയപ്പെടും. ഓപ്പൺ കാസ്റ്റ് മൈൻസിന്റെ കേസാണ് പറയുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഹിയർ സ്ട്രിപ്പിംഗ് ഓഫ് ദ ഓവർബർഡൻ ടേക്സ് പ്ലേസ്. സ്ട്രിപ്പിംഗ് റേഷ്യോ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ഒരു പോയിന്റ് ആണ്, ഇമ്പോർട്ടന്റ്. സ്ട്രിപ്പിംഗ് റേഷ്യോ എന്ന് പറയുന്നത് ഇറ്റ് റെഫേഴ്സ് ടു ദി എമൗണ്ട് ഓഫ് വേസ്റ്റ് ദാറ്റ് മസ്റ്റ് ബി റിമൂവ്ഡ് ടു റിലീസ് എ ഗിവൺ ഓർ ക്വാണ്ടിറ്റി. അതായത് ഒരു യൂണിറ്റ് ഓഫ് ഓർ നമ്മൾ എടുക്കണമെങ്കിൽ എത്ര യൂണിറ്റ് ഓഫ് വേസ്റ്റ് ആണ് നമ്മൾ റിമൂവ് ചെയ്യേണ്ടത്. വേസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓവർബർഡൻ ആണ്, റിമൂവ് ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഒരു റേഷ്യോ ആണ് സ്ട്രിപ്പിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് യൂണിറ്റ് ഓഫ് ഓവർബർഡൻ ഡിവൈഡഡ് ബൈ യൂണിറ്റ് ഓഫ് ഓർ. ഒരു ഓർ മൈൻ ചെയ്തെടുക്കുമ്പോൾ എത്രത്തോളം ഓവർബർഡൻ നമ്മൾ പുറത്തെടുക്കുന്നു എന്നുള്ളതാണ് സ്ട്രിപ്പിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. താഴെ അതിന്റെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് റേഷ്യോ ദാറ്റ് എക്സ്പ്രസ് ഹൗ മച്ച് വേസ്റ്റ് ഇസ് മൈൻഡ് പെർ യൂണിറ്റ് ഓർ. ഒരു യൂണിറ്റ് ഓറിന് ഒരു ടൺ ഓർ എടുക്കുമ്പോൾ എത്ര ടൺ വേസ്റ്റ് നമ്മൾ
കളക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള റേഷ്യോ ആണ് സ്ട്രിപ്പിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. Then coming to the next one, underground house ആണ്. Here mineral deposits are found deep within the surface. ഞാൻ ഓൾറെഡി പറഞ്ഞ പോയിന്റ്സ് ആണ്. Such ores can be accessed by different methods like adit, incline, shaft or decline. ഇതൊക്കെ മോഡ് ഓഫ് എൻട്രീസിന്റെ ടൈപ്പ് ആണ്. അണ്ടർഗ്രൗണ്ട് മൈൻസിൽ നമുക്ക് ഒന്നെങ്കിൽ അഡിറ്റ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, ഇൻക്ലൈൻസ് യൂസ് ചെയ്യാറുണ്ട്, ഷാഫ്റ്റ് യൂസ് ചെയ്യാറുണ്ട്, ഡിക്ലൈൻസ് യൂസ് ചെയ്യാറുണ്ട്. സോ ഇതിൽ ഓരോന്നും എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കി പോവാം. ഫസ്റ്റ് വൺ അഡിറ്റ് ആണ് പറയുന്നത്. അഡിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഹൊറിസോണ്ടൽ ഓർ നിയർ ഹൊറിസോണ്ടൽ പാസേജ് ആണ് ഇൻടു എ ഹിൽ ഓർ മൗണ്ടൻ. അതായത് ചില കേസസിൽ നമ്മുടെ ജിയോളജിക്കൽ ഡെപ്പോസിറ്റ് ഓർ ഡെപ്പോസിറ്റ് ഹില്ലിന്റെ അകത്തായിരിക്കും ലൊക്കേറ്റഡ് ഇൻസൈഡ് ദ ഹിൽ. അപ്പൊ അങ്ങനെയുള്ള കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ, ഈ ഹില്ലിന്റെ തന്നെ കണ്ടോ ഈ സൈഡിൽ കൂടെ, ഹില്ലിന്റെ ഈ ഒരു എന്താ പറയാ സ്ലോപ്പിംഗ് സൈഡിൽ കൂടെ നമുക്ക് ഹൊറിസോണ്ടൽ ആയിട്ട് പൈപ്പുകൾ ഇട്ട് അകത്തേക്ക് ആക്സസ് പോയിന്റുകൾ ക്രിയേറ്റ് ചെയ്യാം. ഓറിന്റെ അടുത്തേക്ക്, ഇതാണ് നമ്മുടെ ഓർ. ഓക്കെ, ഓറാണ് ഞാൻ ഈ മാർക്ക് ചെയ്തേക്കുന്നത്. ഈ ഓറിന്റെ അടുത്തേക്ക് നമുക്ക് ഹൊറിസോണ്ടൽ പാസേജുകൾ വെച്ചിട്ട് എത്തിച്ചേരാം. ആ ഹൊറിസോണ്ടൽ പാസേജുകളെയാണ് നമ്മൾ അഡിറ്റ് എന്ന് വിളിക്കുന്നത്. ഈ ഓറിലേക്ക് നമുക്ക് വെർട്ടിക്കൽ പാസേജുകൾ, ഇത് കണ്ടോ, വെർട്ടിക്കൽ പാസേജുകൾ വെച്ചിട്ടും കയറാം. അതിനെയാണ് നമ്മൾ ഷാഫ്റ്റ് എന്ന് വിളിക്കുന്നത്. സോ ദിസ് ഇസ് അഡിറ്റ് ആൻഡ് ദിസ് ഇസ് ഷാഫ്റ്റ്. ഓക്കെ, ഒരു ഹില്ല്, ഇപ്പൊ ഹില്ലെന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, നമ്മുടെ കുറച്ച് ഹൈറ്റ് കൂടിയ സ്ഥലങ്ങളിൽ ഒരു വാലി പോലെ സൈഡിൽ ജെന്റ്ലി സ്ലോപ്പിംഗ് ഏരിയാസും കൂടെ, ജെന്റ്ലി സ്ലോപ്പിംഗ് ഏരിയാസ് നമുക്ക് ഇതാണ്, ഇതും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു അഡിറ്റ് ആ സ്ലോപ്പിംഗ് ഭാഗത്തൂടെ ഇതിനകത്തേക്ക് നമുക്ക് ഒരു അഡിറ്റിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് ഇതിന്റെ അടുത്തേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. അതിനാണ് അഡിറ്റ് എന്ന് വിളിക്കുന്നത്. ഹൊറിസോണ്ടൽ ഓർ നിയർ ഹൊറിസോണ്ടൽ പാസേജസ്. ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും, ഒരു അണ്ടർഗ്രൗണ്ട് മൈനിൽ ഹൊറിസോണ്ടലി നമ്മളൊരു ഒരു ഓർ ബോഡിയിലേക്ക് എത്തിച്ചേരാൻ ഏത് മോഡ് ഓഫ് എൻട്രി ആണ് യൂസ് ചെയ്യുന്നത് എന്ന് ചോദിക്കാം. സോ ദ ആൻസർ വിൽ ബി അഡിറ്റ്. തിരിച്ച് വെർട്ടിക്കലാണ് ചോദിക്കുന്നതെങ്കിൽ ആൻസർ വിൽ ബി ഷാഫ്റ്റ്. ഇനി വേറൊരു മെത്തേഡ് ഉണ്ട്, അതെന്ന് പറയുന്നത് ഇൻക്ലൈൻഡ് ആയിട്ട് ഇതിലേക്ക് എത്തുന്നതാണ്. അതിന് നമ്മൾ ഇൻക്ലൈൻഡ് ഷാഫ്റ്റ് അല്ലെങ്കിൽ ഇൻക്ലൈൻസ് എന്ന് വിളിക്കും. നമുക്ക് അടുത്ത സ്ലൈഡുകളിൽ അത് നോക്കാം. അപ്പൊ അഡിറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ദെൻ മൗത്ത് ഓഫ് ദി അഡിറ്റ് ലൊക്കേറ്റഡ് എബോവ് ദ ഹയസ്റ്റ് ഫ്ലഡ് ലെവൽ ഓഫ് ദാറ്റ് ഏരിയ. ഹയസ്റ്റ് ഫ്ലഡ് ലെവലിനെക്കാട്ടിലും മുകളിലായിരിക്കണം അഡിറ്റിന്റെ മൗത്ത്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, ഇവിടുത്തെ ഏരിയയിലെ ഇപ്പോൾ ഹയസ്റ്റ് ഫ്ലഡ് ലെവൽ നോട്ട് ചെയ്തിട്ടുള്ളത് ത്രൂ ദ ഹിസ്റ്ററി ഈ ഒരു പോയിന്റ് ആണെങ്കിൽ, ഈ അഡിറ്റ് പോയിന്റ് നമ്മൾ വെക്കുമ്പോൾ മേ ബി ഫ്ലഡ് വരുന്ന ഒരു ടൈം ആണെങ്കിൽ വാട്ടർ എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ഇതിനകത്തേക്ക് കയറി നമ്മുടെ വർക്കേഴ്സ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഓർ ഇവിടെ കിടക്കാണ്, ഓർ കണ്ടാമിനേറ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ എപ്പോഴും നമ്മൾ ഒരു അഡിറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ഏരിയയിലെ ഹയസ്റ്റ് ഫ്ലഡ് ലെവലിന് മുകളിലായിരിക്കും നമ്മുടെ അഡിറ്റിന്റെ എൻട്രി പോയിന്റ് എന്ന് പറയുന്നത്. അതാണ് ഈ ഒരു പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൗത്ത് ഓഫ് ദ അഡിറ്റ് ഷുഡ് ബി ലൊക്കേറ്റഡ് ഓൾവേസ് എബവ് ദി ഹയസ്റ്റ് ഫ്ലഡ് ലെവൽ ഓഫ് ദാറ്റ് ഏരിയ. ദെൻ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് എംപ്ലോയിഡ് വെൻ ദ ഡെപ്പോസിറ്റ് ഡിപ്സ് സ്റ്റീപ്ലി അറ്റ് ഷാലോ ഡെപ്ത്. അതായത് നമ്മുടെ ഡെപ്പോസിറ്റ് എപ്പോഴും സ്റ്റീപ്പായിട്ട് ഡിപ്പ് ചെയ്യണം എന്ന് പറയും. സ്റ്റീപ്ലി ഡിപ്പ്. ഈ സ്റ്റീപ്ലി ഡിപ്പിംഗ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ പക്ക സ്ട്രക്ചറൽ ജിയോളജി വാക്കുകളാണ്. അതുകൊണ്ട് തന്നെ കൺഫ്യൂഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ ഞാനൊരു സ്ലൈഡിൽ എന്താണ് ഡിപ്പ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം. ഡിപ്പ് ഓഫ് എ ബെഡ് എന്താണെന്നാണ് പറയുന്നത്. The dip of a bed refers to the angle at which a rock layer or geological stratum is inclined from the horizontal plane. ഒരു ഡിപ്പ് ഓഫ് എ ബെഡ് എന്ന് പറയുന്നത് ഒരു ആംഗിൾ ആണ്. ഡിപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഇസ് ആൻ ഇമാജിനറി ആംഗിൾ ആണ്. അറ്റ് വിച്ച്, ഇമാജിനറി ആംഗിൾ അല്ല, ആംഗിൾ ആണ്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് പറയുന്നത് ഒരു ഇമാജിനറി ഹൊറിസോണ്ടൽ പ്ലെയിൻ വെച്ചിട്ടായിരിക്കും നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ബെഡ് എന്ന് പറയുന്നത്. ഇങ്ങനെ ചരിഞ്ഞ് കിടക്കുന്ന ഒരു ബെഡ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു ബെഡിനെ നമ്മളിവിടെ ഇമാജിൻ ചെയ്യും. അപ്പൊ ആ ഹൊറിസോണ്ടലുമായിട്ട് നമ്മുടെ ബെഡ്, ചരിഞ്ഞു കിടക്കുന്ന നമ്മുടെ ബെഡ് എത്ര ആംഗിൾ ആണോ ഫോം ചെയ്യുന്നത് അതിനെയാണ് ഡിപ്പിംഗ് ആംഗിൾ എന്ന് വിളിക്കുക. ഓക്കെ, ഞാൻ ഒന്നുകൂടെ വരച്ച് കാണിക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ ഈ വരച്ചേക്കുന്ന ഒരു ബെഡ് ഉണ്ട്, ഇങ്ങനെ കിടക്കുന്ന ഒരു ബെഡ് നമുക്കുണ്ട്. ഇതിന്റെ ഡിപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഒരു ഹൊറിസോണ്ടൽ പ്ലെയിൻ നമ്മൾ കൺസിഡർ ചെയ്യുക. ഈ ആംഗിൾ ആണ് ഡിപ്പിംഗ് ആംഗിൾ ഓഫ് ബെഡ് എ. ഒരു എ ബെഡ് ഞാൻ കൺസിഡർ ചെയ്തു. ഇനി ഞാൻ സെക്കൻഡ് ഒരു ബെഡ് കൺസിഡർ ചെയ്യാണ്. കുറച്ചുകൂടെ സ്റ്റീപ്പ് ആയിട്ട് കിടക്കുന്നതാണ്. ഓക്കെ, ഇങ്ങനെ കിടക്കുന്ന ബെഡാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഹൊറിസോണ്ടൽ കൺസിഡർ ചെയ്യുന്നു. ദിസ് ഇസ് ഡിപ്പിംഗ് ആംഗിൾ ഓഫ് ബെഡ് ബി. ഇനി ഒരു സി, ഞാനൊരു വളരെ സ്റ്റീപ്പിംഗ് ആയിട്ടുള്ള ഒരു ബെഡ് കൺസിഡർ ചെയ്യാണ്. ഓൾമോസ്റ്റ് 90 ഡിഗ്രി ആണ്. ഓൾമോസ്റ്റ് 90 ഡിഗ്രി ആണ് ഇവിടുത്തെ ഡിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എത്രത്തോളം നമ്മുടെ ബെഡ് ചരിഞ്ഞു കിടക്കുന്നു എന്ന് കണ്ടുപിടിക്കുന്ന ഒരു ആംഗിളിനെയാണ് നമ്മൾ ഡിപ്പ് എന്ന് വിളിക്കുക. സോ ഇൻ ദ കേസ് ഓഫ് അഡിറ്റ് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇവിടെ അഡിറ്റ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഓർ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് സ്റ്റീപ്ലി ഡിപ്പിംഗ് ആയിരിക്കണം, അതുപോലെ ഷാലോ ഡെപ്തിലും ആയിരിക്കണം. ഓക്കെ,
സ്റ്റീപ്ലി ഡിപ്പിംഗ് എന്ന് പറയുമ്പോൾ കണ്ടോ, നമ്മുടെ നല്ലപോലെ സ്റ്റീപ്പായിട്ട് ഡിപ്പ് ചെയ്ത് കിടക്കുന്നത്, രണ്ട് സൈഡും സ്റ്റീപ്ലി ഡിപ്പിംഗ് ആയിട്ടുള്ള ഓർ ഡെപ്പോസിറ്റ് ആണ് ഈ രണ്ട് ഭാഗത്തും കൊടുത്തേക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഡിഫറെന്റ് അഡിറ്റ്സ്, ഇവിടെ ഒരു അഡിറ്റ് ക്രിയേറ്റ് ചെയ്യാം, ഇവിടെ ഒരു അഡിറ്റ് ക്രിയേറ്റ് ചെയ്യാം, ഇവിടെ ഒരു അഡിറ്റ് ക്രിയേറ്റ് ചെയ്യാം, ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ അങ്ങനെ നമുക്ക് എന്താണ് ഒരു നമ്പർ ഓഫ് അഡിറ്റ്സ് ക്രിയേറ്റ് ചെയ്ത് ഇതിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും. ജെൻലി സ്ലോപ്പിംഗ് ആയിട്ടുള്ള ബോഡീസ് ആണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ കിടക്കുകയാണ്, ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ജെൻലി സ്ലീപ്പിംഗ് ആയിട്ട് കിടക്കുന്ന ബോഡീസ് ആണെങ്കിൽ എന്ത് പറ്റും, നമുക്ക് അഡിറ്റുകൾ അത്രയും എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാൻ പറ്റണം എന്നില്ല, എടുക്കാൻ പറ്റണം എന്നില്ല. സോ സ്റ്റീപ്ലി ഡിപ്പിംഗ് ആയിട്ടുള്ള ബോഡി ആയിരിക്കണം. അതുപോലെ എന്താണ്, ഞാൻ എക്സാമ്പിൾ വരച്ച് കാണിക്കാം. നമ്മുടെ ടെറൈൻ ഇതാണ്, ഇങ്ങനെ ഒരു ബോഡിയും കിടപ്പുണ്ട്, ഒരുപാട് താഴെയായിട്ട് ഇങ്ങനെ ഒരു ബോഡിയും കിടപ്പുണ്ട്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അഡിറ്റുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ എളുപ്പം ഏതിനായിരിക്കും, സ്റ്റീപ്ലി ഡിപ്പിംഗ് ആയിട്ട് സർഫസിനോട് ചേർന്ന് കിടക്കുന്ന ഈ ബോഡിയിലായിരിക്കും. അതേസമയം ഇവിടെ അഡിറ്റുകൾ ഒരെണ്ണം വെക്കുമ്പോൾ തന്നെ എന്താണ്, നമ്മുടെ സ്ഥലം അവിടെ കംപ്ലീറ്റ്ലി ഒക്കുപ്പൈഡ് ആയി. പിന്നെ നമ്മൾ എന്താ ഇങ്ങനെ വെക്കുക എന്നൊക്കെ പറയുന്നത് എന്താണ്, നമുക്ക് എക്കണോമിക്കലി ഫീസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, അതുപോലെ ഡെപ്തും ഇവിടെ എന്താണ് ശ്രദ്ധിച്ചാൽ മതി, ഡെപ്ത് കൂടുതലാണ്. അപ്പൊ അഡിറ്റ് വെക്കാൻ നമുക്ക് ചാൻസസ് കുറഞ്ഞു വരും. സോ ഡെപ്ത് എന്തായിരിക്കണം, ഒരു അഡിറ്റിന്റെ കേസിൽ എപ്പോഴും ഡെപ്ത് എന്ന് പറയുന്നത് ഷാലോ ഡെപ്ത് ആയിരിക്കണം, സ്റ്റീപ്ലി ഡിപ്പിംഗും ആയിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ അഡിറ്റ്സ് യൂസ് ചെയ്യാറുള്ളൂ. സിൻസ് ഇറ്റ് ഇസ് ഹൊറിസോണ്ടൽ പാസേജ് ആയതുകൊണ്ടാണ് ഷാലോ ഡെപ്ത് ആയേണ്ടതും അതുപോലെ സ്റ്റീപ്ലി ഡിപ്പിംഗും ആവേണ്ടത്. ഇനി നമുക്ക് ഷാഫ്റ്റിലേക്ക് പോവാം. ഷാഫ്റ്റ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഓർ നിയർലി വെർട്ടിക്കൽ ഓപ്പണിംഗ്. ഞാൻ ഈ പടത്തിൽ കാണിച്ചതുപോലെ തന്നെ വെർട്ടിക്കൽ ഓപ്പണിംഗ് വരുന്നതിനെയാണ് ഷാഫ്റ്റ് എന്ന് വിളിക്കുന്നത്. നമ്മൾ വെർട്ടിക്കലി താഴേക്ക് പൈപ്പ് ഇട്ട് എടുക്കുന്നതിനെയാണ് ഷാഫ്റ്റ് എന്ന് വിളിക്കുക. സോ നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ്, ക്വസ്റ്റ്യൻസ് വയ്ക്കാൻ ചാൻസ് ഉള്ള പോയിന്റ് ആണ്. വെർട്ടിക്കൽ ഓർ നിയർലി വെർട്ടിക്കൽ ഓപ്പണിംഗ്. ദെൻ പ്രിഫേർഡ് ഫോർ ഡീപ്പർ ഡെപ്പോസിറ്റ്സ് ഹാവിംഗ് സ്റ്റീപ്പർ ഡിപ്പ്. ഈ പറഞ്ഞ പോലെ ഇവിടെ എന്താണ്, ബോഡീസ് സ്റ്റീപ്പർ ഡിപ്പ് ഉള്ള ബോഡീസ് തന്നെയാണ് നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുക. പക്ഷെ എന്താണ്, ഡെപ്ത് എന്ന് പറയുന്നത് ഡീപ്പർ ഡെപ്ത് ഉള്ളതിന് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാറുള്ളൂ, ഷാഫ്റ്റുകൾ ഉപയോഗിക്കാറുള്ളൂ. അല്ലെങ്കിൽ ഷാലോ ആയിട്ട് കിടക്കുന്നതിന് നമ്മൾ കൂടുതലും അഡിറ്റ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അഡിറ്റ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. കാരണം അഡിറ്റ് എന്ന് പറയുന്നത് ഷാഫ്റ്റിന്റെ അത്ര കോസ്റ്റ്ലി അല്ല, നമുക്ക് കുറച്ചുകൂടെ പ്രോഫിറ്റബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് അഡിറ്റ് എന്ന് പറയാം. സോ ഷാഫ്റ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഡീപ്പർ ആയിട്ട് കിടക്കുന്ന മിനറൽ ഡെപ്പോസിറ്റുകൾക്കായിരിക്കും കൂടുതലും വെർട്ടിക്കൽ പൈപ്സ് ഇട്ട്, ഷാഫ്റ്റുകൾ എന്ന് വിളിക്കുന്ന വെർട്ടിക്കൽ പൈപ്സ് ഇട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഷാഫ്റ്റുകൾ പല ടൈപ്പുകളുണ്ട്. റെക്ടാങ്കുലർ ഔട്ട്ലൈൻ വരുന്ന ഷാഫ്റ്റുകൾ, റെക്ടാങ്കുലർ ആയിട്ട് വരുന്ന ഷാഫ്റ്റുകൾ വരാം. ലൈക്ക് ദിസ് പൈപ്പാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, റെക്ടാങ്കുലർ ആയിട്ട് വരുന്ന പൈപ്പുകളാവാം, അല്ല സർക്കുലർ ആയിട്ട് വരുന്ന പൈപ്പുകളാവാം, എലിപ്റ്റിക്കൽ ആയിട്ട് വരുന്ന പൈപ്പുകൾ ഇടും. അപ്പൊ ഇങ്ങനെ പല ടൈപ്പ് പൈപ്പുകൾ നമുക്ക് അവൈലബിൾ ആണ്. പല ടൈപ്പ് ഈ ഔട്ട്ലൈൻ വെച്ചിട്ടാണ് ഈ ക്ലാസിഫിക്കേഷൻ പറയുന്നത്. റെക്ടാങ്കുലർ ആവാം, സർക്കുലർ ആവാം, എലിപ്റ്റിക്കൽ ആവാം ഷാഫ്റ്റുകളുടെ ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ജിയോളജി. എല്ലാം നോക്കി എല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഷേപ്പ് എന്തൊക്കെയാ വേണ്ടതെന്നൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദെൻ ഇൻക്ലൈൻ. ഇൻക്ലൈൻ എന്ന് പറയുന്നത് ഷാഫ്റ്റിന്റെ തന്നെ വെർട്ടിക്കലി ചെയ്യുന്ന ഷാഫ്റ്റിനെ കുറച്ചൊന്ന് ചരിച്ചു വെച്ചാൽ എങ്ങനെയായിരിക്കും, അതാണ് ഇൻക്ലൈൻസ് എന്ന് പറയാ. വേറൊരു പേരെന്ന് പറയുന്നത് ഇൻക്ലൈൻഡ് ഷാഫ്റ്റ് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്ലോപ്പിംഗ് ഷാഫ്റ്റ് എന്നും അറിയപ്പെടും, അല്ലെങ്കിൽ സ്ലോപ്പിംഗ് ടണൽ എന്നൊക്കെ അറിയപ്പെടും. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഹൊറിസോണ്ടലിൽ നിന്നും ഒരു ആംഗിളിലായിരിക്കും അകത്തേക്ക് നമ്മൾ പ്ലേസ് ചെയ്യുക. ഈ കണ്ട പോലെ നമുക്ക് ചില കേസുകളിൽ ഇതാണ് നമ്മുടെ ഓവർ ബർഡൻ, നമ്മുടെ പുറത്ത് കിടക്കുന്ന സോയിൽ കവർ എന്ന് പറയുന്നത്. നമ്മുടെ ഓവർ ബോഡി ചിലപ്പോൾ ഇങ്ങനെ ചരിഞ്ഞ് കിടക്കുന്ന ഓർ ബോഡി, ഇൻക്ലൈൻഡ് ഓർ ബോഡീസിന്റെ കേസിലാണ് നമ്മൾ ഇൻക്ലൈൻഡ് ഷാഫ്റ്റ് ഇടുക. നമ്മൾ എന്ത് ചെയ്യും, ഒരു ഇൻക്ലൈൻഡ് ഷാഫ്റ്റ് ഇടും. ഷാഫ്റ്റ് ഇട്ടതിന് ശേഷം അതിൽ നിന്നും കുറച്ച് ഡ്രൈവ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിലേക്ക് ആക്സസ് പോയിന്റ്സ് കൊടുക്കും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ഓരോ ഡ്രൈവിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ലെവലിൽ നിന്നും ഇങ്ങനെ ഈ ഓരോ ലെവലും എന്താണ്, ഓർ ഡെപ്പോസിറ്റ് കളക്ട് ചെയ്യാനുള്ള ലെവലാണ്. നമ്മളിങ്ങനെ കളക്ട് ചെയ്ത് പോകും. സോ ഇൻക്ലൈൻഡ് ഓർ ബോഡീസ് കണ്ടോ, ഇൻക്ലൈൻഡ് ആയിട്ടാണ് ഇവിടെ നമ്മുടെ ഓർ ബോഡി കിടക്കുന്നത്. ഇൻക്ലൈൻഡ് ഓർ ബോഡീസ് വരുന്ന കേസിലാണ് നമ്മൾ ഇൻക്ലൈൻഡ് ഷാഫ്റ്റുകൾ ഉപയോഗിക്കുക. പക്ഷെ അത് അത്രത്തോളം കോമൺ അല്ല, എഫിഷ്യന്റും അല്ല. വെർട്ടിക്കൽ ഷാഫ്റ്റിന്റെ അത്ര എഫിഷ്യന്റ് അല്ല. ഇൻക്ലൈൻഡ് ഷാഫ്റ്റ് ഇടുക എന്ന് പറയുന്നത് നമുക്ക് അത്രയും എന്താണ് പണി കൂടിയ ഒരു മേഖലയാണ്. ബിക്കോസ് നമ്മൾ എന്താണ് അവിടുത്തെ ജിയോളജി ഓഫ് റോക്ക് നോക്കണം. ഇൻക്ലൈൻഡ് ഷാഫ്റ്റ് ഒരിക്കലും വെർട്ടിക്കലി ഒരു ഷാഫ്റ്റ് ഇടുന്ന പോലെ എളുപ്പമല്ല. ഹാർഡ് റോക്കിലൊക്കെ ഒരു ഇൻക്ലൈൻഡ് ഒരു ആംഗിൾ ഒരു ഷാഫ്റ്റ് കുഴിച്ച് പോവാന്ന് പറയുന്നത്. സോ ഇറ്റ് ഇസ് നോട്ട് വെരി കോമൺ. അതുപോലെ ഷാലോ ഡെപ്പോസിറ്റിന് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. ഒരുപാട് ഡെപ്തിലുള്ള ഡെപ്പോസിറ്റുകൾക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യാറില്ല ഇൻക്ലൈൻസ് എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് വൺ ആണ് ഡിക്ലൈൻ. ഡിക്ലൈൻ എന്ന് പറയുന്നത് റാദർ ദാൻ എ മോഡ് ഓഫ് എൻട്രി, അതൊരു പാസേജ് വേ ആണ്. ഓക്കെ, അതായത് ഈ പടത്തിൽ നമുക്ക് കാണാം, ഇറ്റ് ഇസ് എ സ്ലോപ്പിംഗ് അണ്ടർഗ്രൗണ്ട് പാസേജ് വേ ദാറ്റ് കണക്ട്സ് ആക്സസ് പോയിന്റ്സ്. റാംസ് എന്നും വിളിക്കാറുണ്ട്. നമ്മുടെ മെഷീൻ ആക്സസിന് വേണ്ടിയിട്ടും ആൾക്കാരുടെ മൂവ്മെന്റിനും അതിനകത്തുള്ള വർക്കേഴ്സിന്റെ മൂവ്മെന്റിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഡിക്ലൈൻസ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും.
നമ്മുടെ എന്താണ് ഒരു ഓർ ബോഡി ആണ് ഈ കിടക്കുന്നത്. സോ നമ്മൾ ഇവിടെ ഒരു ഷാഫ്റ്റ് ഇട്ടു, അതിലേക്ക് എന്താണ് ഡിഫറെന്റ് ആക്സസ് പോയിന്റ്സ് ഇങ്ങനെ ഹൊറിസോണ്ടലി ആ ഷാഫ്റ്റിൽ നിന്നും കൊടുത്തു. അപ്പൊ നമുക്ക് എന്താണ് ഇനി നമുക്ക് ഈ പ്രൊഡക്ഷൻ ഷാഫ്റ്റ് വഴി ആൾക്കാർക്ക് ഇറങ്ങാനും ഈ മെഷീൻസിന് പാസ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് അതിൽ കൂടെ നടക്കുന്ന കാര്യമില്ല. ബിക്കോസ് ഇറ്റ് ഇസ് വേർട്ടിക്കൽ ആണ്. നമുക്ക് എന്താണ് റാംസ് വേണ്ടി വരും. റാമ്പ് എന്ന് പറയുന്നത് നമുക്കറിയാലോ, മെഷീൻസിനൊക്കെ പോകാൻ ഒരു പാസേജ് വേ വേണ്ടി വരും. സോ വാട്ട് വി ഡു ഇസ്, നമ്മൾ എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു പോപ്പുലേഷൻ ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഒരു ഓപ്പൺ പിറ്റ്, ചെറിയൊരു ഓപ്പൺ പിറ്റ് എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ലെവലിലേക്ക് ഒരു സ്ലോപ്പിംഗ് പാസേജ് വേ കൊടുക്കും. ഓക്കെ, ഫസ്റ്റ് ലെവലിലേക്ക് കൊടുത്തു, അവിടെ നിന്ന് സെക്കൻഡ് ലെവലിലേക്ക് കൊടുക്കും, തേർഡ് ലെവലിലേക്ക് പോകും, ഫോർത്ത് ലെവലിലേക്ക് വരും, ഫിഫ്ത്ത് ലെവലിലേക്ക് പോകും. അങ്ങനെ ഓരോ, അപ്പൊ നമുക്ക് മെഷീൻസിന് ഈ റാമ്പ് വഴി മെഷീൻസിന് ഈ എക്സ്പ്ലോറേഷൻ ലെവലിൽ നിന്ന് മേളിലോട്ട് പോകാം, അവിടെ നിന്ന് തിരിച്ചു വരാം. വർക്കേഴ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനുള്ള ഒരു പാസേജ് വേ ആയിട്ട് ഇത് ആക്ട് ചെയ്യും. അപ്പൊ അങ്ങനെ നമുക്ക് എന്താ പറയുക, ഒരു ആക്സസ് ഒരു റാമ്പ് അല്ലെങ്കിൽ ആക്സസ് പാസേജ് വേ പോലെയാണ് നമ്മളൊരു ഡിക്ലൈനെ കാണുന്നത്, റാദർ ദാൻ എ മോഡ് ഓഫ് എൻട്രി. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ഓരോ മൈനിങ് ലെവലുകളാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് കളക്ട് ചെയ്ത് ഓറിനെ ഇവിടെ കളക്ട് ചെയ്ത് തിരിച്ച് മുകളിലേക്ക് എത്തിക്കാം. അതുപോലെ ഇവിടെ നിന്നുള്ള ഓറിനെ തിരിച്ച് മുകളിലോട്ട് എത്തിക്കാം. ഇവിടെ നിന്നും എല്ലാ ലെവലിൽ നിന്നുമുള്ള ഓറുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കളക്ട് ചെയ്യാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് എ ഡിക്ലൈൻ. ഓക്കെ, ഇനി ഞാനൊരു സമ്മറൈസ് ചെയ്തൊരു കമ്പാരിസൺ ടേബിൾ ഞാൻ ഇട്ടിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇതുപോലെ സമ്മറൈസിങ് ടേബിൾസ് ആക്കി നമുക്ക് മാറ്റാം. ഡിഫറൻസസുകളുള്ള എന്തൊക്കെയാണ്, കമ്പാരിസൺസ് അല്ലെങ്കിൽ സിമിലാരിറ്റീസ് ഉള്ള എന്തൊക്കെയാണ്, എക്സാമ്പിൾസ് എന്തൊക്കെയാണ്, റിമാർക്സ് എന്തൊക്കെയാണ്, കോമൺ ആയിട്ടുള്ള യൂസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഇങ്ങനെ ഒരു ടേബിൾ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ പഠിക്കാൻ എളുപ്പമായിരിക്കും. സോ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഒന്നും കൂടെ ഞാൻ ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. അഡിറ്റിന്റെ ഓറിയന്റേഷൻ എങ്ങനെ വരുന്നു, സ്യൂട്ടബിൾ ഡെപ്ത് എന്താണ്, കോമൺ ആയിട്ട് എവിടെയാണ് യൂസ് ചെയ്യുന്നത്, റിമാർക്സ് എന്തൊക്കെയാണ്, ഷാഫ്റ്റിന്റെ കോമൺ യൂസസ് ഞാൻ അതിൽ പറഞ്ഞിട്ടില്ല. ഈ ടേബിൾ നിങ്ങൾ നോക്കിയാൽ മതി, സിമ്പിൾ ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഒന്ന് ജനറലി ഈ ടേബിൾ ഒന്ന് പഠിച്ചു പോവുക. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് മൂവ് ചെയ്യാം. ഇനി ഞാൻ കുറച്ച് കമ്പാരിസൺസ് ആണ് പറയാൻ പോകുന്നത്. നമ്മുടെ ഓപ്പൺ കാസ്റ്റ് വേഴ്സസ് അണ്ടർഗ്രൗണ്ട് മൈനിങ്. എന്താണ് ഒരു ഓപ്പൺ കാസ്റ്റ് മൈനിങ്, എന്താണ് ഒരു അണ്ടർഗ്രൗണ്ട് മൈനിങ്, വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, ആപ്ലിക്കബിലിറ്റീസ് എന്തൊക്കെയാണ്, ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, ഇത്രയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് ഇസ് ഓപ്പൺ കാസ്റ്റ് മൈനിങ്. ഓപ്പൺ കാസ്റ്റ് മൈനിങ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ മെത്തേഡ് ഓഫ് എക്സ്ട്രാക്ടിങ് മിനറൽസ് ലൊക്കേറ്റഡ് നിയർ ദ എർത്ത് സർഫസ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ബൈ റിമൂവിംഗ് ലെയേഴ്സ് ഓഫ് സോയിൽ ഓർ റോക്ക്. ഞാൻ പറഞ്ഞല്ലോ, സ്ട്രിപ്പ് ചെയ്ത് സോയിൽ അല്ലെങ്കിൽ റോക്ക് ലെയേഴ്സിനെ റിമൂവ് ചെയ്യുക, ഓവർ ബർഡനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് ഓപ്പൺ കാസ്റ്റ് മൈനിങ്ങിൽ വരുന്നത്. ഇറ്റ് ഇസ് കോമൺ ഫോർ മിനറൽസ് ഫൗണ്ട് ഇൻ ഹൊറിസോണ്ടൽ വൈഡ് സ്പ്രെഡ് ഡെപ്പോസിറ്റ്. ഹൊറിസോണ്ടൽ ആയിട്ട് വൈഡ് സ്പ്രെഡ് ആയിട്ട് കിടക്കുന്ന ഡെപ്പോസിറ്റുകൾക്കാണ്, സർഫസ് ആണെന്ന് വെക്കുക, ഇങ്ങനെ കിടക്കുന്ന വൈഡ് സ്പ്രെഡ് ആയിട്ടും ഹൊറിസോണ്ടൽ ആയിട്ടും കിടക്കുന്ന ഓർ ഡെപ്പോസിറ്റുകൾക്കാണ് നമ്മൾ കൂടുതലും ഓപ്പൺ കാസ്റ്റ് മൈനിങ് എടുക്കുന്നത്. ഇവിടെ ഞാൻ അതിന്റെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഓരോ ലെവൽ, ഇതിനെയാണ് നമ്മൾ ഓരോ ബെഞ്ചസ് എന്ന് വിളിക്കും. ഇതിന് ഓരോ ബെഞ്ച് എന്ന് വിളിക്കും. ഈ ബെഞ്ച് വെച്ചിട്ടാണ്, ഈ ബെഞ്ചസിലൂടെയാണ് നമ്മുടെ മെഷീനറി കാര്യങ്ങൾ, നമ്മുടെ വെഹിക്കിൾസ്, ട്രാൻസ്പോർട്ടേഷൻ വെഹിക്കിൾസ് ഒക്കെ താഴേക്ക് ആക്സസ് ചെയ്യുക. എന്ത് ചെയ്യുന്നു, ഇവിടെ നമ്മുടെ ഓരോ ഡെപ്പോസിറ്റ് ഉണ്ട്, ഇവിടെ നമ്മൾ ഡയറക്ട്ലി അതിനെ എന്ത് ചെയ്യാണ്, കളക്ട് ചെയ്യാണ്. വേറെ ടണലിന്റെയോ പൈപ്പിന്റെയോ ആവശ്യം നമുക്ക് ഇവിടെ വരുന്നില്ല. ഓക്കെ, so next one is underground mining. It is a mining method used to access minerals located deep below the surface. Involves digging shaft, tunnels or adit to reach the ore body. Often used for deep, vertical or steeply dipping ore bodies. Okay, underground mining എന്ന് പറയുന്നത് മെത്തേഡ് ഓഫ് മൈനിങ് യൂസ് ടു ആക്സസ് മിനറൽസ് ലൊക്കേറ്റഡ് ഡീപ് ബിലോ ദ സർഫസ്. അതായത് നമ്മുടെ സർഫസിൽ നിന്നും, ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്, സർഫസിൽ നിന്നും ഡീപ്പായിട്ട് കിടക്കുന്ന ഓർ ഡെപ്പോസിറ്റുകൾക്കാണ് നമ്മൾ അണ്ടർഗ്രൗണ്ട് മൈനിങ് യൂസ് ചെയ്യുന്നത്. ഷാഫ്റ്റുകൾ ഡിഗ് ചെയ്തും ടണൽ ഡിഗ് ചെയ്തും അഡിറ്റ് ഡിഗ് ചെയ്തൊക്കെയാണ് ഇതിനടുത്തേക്ക് നമ്മൾ എത്തുക. പിന്നെ ഏത് ബോഡീസിനാണ്, ഡീപ്പായിട്ടുള്ള, വെർട്ടിക്കൽ ആയിട്ടുള്ള, സ്റ്റീപ്ലി ഡിപ്പിംഗ് ഓർ ബോഡീസിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ ഇവിടെ അഗൈൻ ഒരു കമ്പാരിസൺ ടേബിൾ ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഡെപ്തും, ഓർ ബോഡി ഷേപ്പ്, പ്രൊഡക്ഷൻ റേറ്റ്, capital cost, operating cost, land requirement, environmental impact, safety, recovery rate, flexibility in populated areas, applicability in protected areas, technical complexity. ഓരോന്നും എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഡെപ്ത് സ്യൂട്ടബിലിറ്റിയുടെ കേസ് പറയുകയാണെങ്കിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഓപ്പൺ കാസ്റ്റ് മൈനിങ് എപ്പോഴും ഷാലോ ഡെപ്തിനും അണ്ടർഗ്രൗണ്ട് മൈനിങ് എപ്പോഴും ഡീപ്പർ ഡെപ്തിനുമാണ് നമ്മൾ നോക്കുന്നത്. ഓർ ബോഡിയുടെ ഷേപ്പ് നോക്കുമ്പോൾ ഓപ്പൺ കാസ്റ്റ് മൈനിങ് ഫ്ലാറ്റ് ആയിട്ടും എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഒരു മൈനിങ് ഡെപ്പോസിറ്റിനാണ് കൂടുതൽ ഉത്തമം. അണ്ടർഗ്രൗണ്ട് മൈനിങ് എന്ന് പറയുന്നത് എപ്പോഴും നാരോ ആയിട്ട് കിടക്കുന്ന, ഓക്കെ, സ്റ്റീപ്പ് ആയിട്ട് കിടക്കുന്ന, ഇറഗുലർ ആയിട്ട് കിടക്കുന്ന ബോഡീസിനായിരിക്കും നല്ലത്. ഈ നാരോ പറയാൻ കാരണം നമ്മളൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അണ്ടർഗ്രൗണ്ടിൽ കിടക്കുമ്പോൾ നാരോ ബോഡീസ് ആണെങ്കിൽ നമുക്ക് എന്താണ്, ഇവിടെ ഒരു ഷാഫ്റ്റ് അടിച്ചിട്ട് ഇവിടെ തന്നെ ഇറങ്ങി നമുക്ക് ഇവിടെ മൊത്തം അങ്ങ് കളക്ട് ചെയ്യാം. പക്ഷേ ഫ്ലാറ്റ് ആയിട്ട് കിടക്കുന്ന അണ്ടർഗ്രൗണ്ട് ബോഡീസ്, ഒരുപാട് ഫ്ലാറ്റ് ആയിട്ട് കിടക്കുമ്പോൾ ഒരൊറ്റ ഷാഫ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് എക്കണോമിക്കൽ ആവില്ല, അല്ലെ?
ബാക്കി ഇത്രയും ഏരിയാസ് കിടക്കാണ്. സോ ഷാഫ്റ്റ് നമുക്ക് ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ഷാഫ്റ്റ് ഇടാന്നൊക്കെ പറയുന്നത് ജിയോളജിക്കലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. സോ എപ്പോഴും നാരോ ആയിട്ടുള്ള ബോഡീസിനായിരിക്കും ഷാഫ്റ്റുകളൊക്കെ നമ്മൾ കൂടുതൽ ഇതായിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അണ്ടർഗ്രൗണ്ട് മൈനിങ് എപ്പോഴും നാരോ ആയിട്ടുള്ള സ്റ്റീപ്പ് ബോഡീസ് നമ്മൾ പറയുന്നത് ബെസ്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. Then coming to the third point, it is the production rate. Production rate എപ്പോഴും ഓപ്പൺ കാസ്റ്റ് മൈനിങ്ങിന് കൂടുതലായിരിക്കും, അണ്ടർഗ്രൗണ്ട് മൈനിങ്ങിന് കുറവായിരിക്കും. പ്രൊഡക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു കോസ്റ്റ് ഇടുമല്ലോ, ഒരു മൈൻ നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത് റേറ്റ് ആണ്, ഇത്ര ടൈമിൽ എത്ര പ്രോഫിറ്റ് കിട്ടി, ഫോർ എക്സാമ്പിൾ ഒരു 2 ഇയേഴ്സിൽ നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടി എന്ന് പറയുന്നതാണ് പ്രൊഡക്ഷൻ റേറ്റ്. ഓക്കെ, അപ്പൊ ഓപ്പൺ കാസ്റ്റ് മൈനിങ് എന്ന് പറയുമ്പോൾ അവിടെ മൈനിങ് പെട്ടെന്ന് നടക്കും. ബിക്കോസ് എന്താണ്, അവിടെ വേറെ കോംപ്ലക്സിറ്റീസ് കുറവാണ്. ഓക്കെ, നമ്മൾ ഓപ്പൺലി എന്ത് ചെയ്യുന്നു, ഓവർ ബർഡൻ സ്ട്രിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡയറക്റ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഓർ ഡെപ്പോസിറ്റിനെ പുറത്തെടുക്കാം. സോ ഇവിടെ എന്താണ്, റേറ്റ് ഓഫ് മൈനിങ് എന്ന് പറയുന്നത് കൂടും. സോ ഇൻ 2 ഇയേഴ്സ് ചിലപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു 10,000 ടൺസ് അല്ലെങ്കിൽ ഒരു 1 lakh ടൺസ് ചിലപ്പോൾ കിട്ടും. പക്ഷെ അതേസമയം അണ്ടർഗ്രൗണ്ട് മൈനിങ്ങിന്റെ കേസിൽ എന്താ പറ്റുക, ഇവിടെ ഷാഫ്റ്റ് ഒക്കെ ഇട്ട് ആൾക്കാർ ഇറങ്ങി, ഓരോ വർക്കേഴ്സും അത്രയും റിസ്ക് എടുത്ത് ഇറങ്ങി മെഷീൻസ് താഴെ എത്തിക്കണം. അങ്ങനെ ഒരുപാട് പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് അണ്ടർഗ്രൗണ്ട് മൈനിങ്ങിൽ നിന്ന് നമുക്ക് ഓറിനെ പുറത്തെടുക്കാനായിട്ട് പറ്റുന്നത്. സോ ഇൻ 2 ഇയേഴ്സ് ഇവിടെ ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു 80 to 100 ടൺസ് ആയിരിക്കും. ഓക്കെ, സോ പ്രൊഡക്ഷൻ റേറ്റ് കമ്പാരിറ്റീവ്ലി കുറവ് അണ്ടർഗ്രൗണ്ട് മൈനിങ്ങിനും പ്രൊഡക്ഷൻ റേറ്റ് കൂടുതൽ ഓപ്പൺ കാസ്റ്റ് മൈനിങ്ങിനും ആയിരിക്കും. ദെൻ 2 പോയിന്റ് പറയുന്നത് ക്യാപിറ്റൽ കോസ്റ്റ് ആൻഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആണ്. ആക്ച്വലി 2 വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ, ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു മൈൻ തുടങ്ങുന്ന സമയത്തുള്ള ഇനീഷ്യൽ കോസ്റ്റ് റിക്വയർഡ്. നമുക്ക് ആദ്യം ഒരു മൈൻ തുടങ്ങുമ്പോൾ വേണ്ട ഒരു കോസ്റ്റിനെയാണ് നമ്മൾ ഇനീഷ്യൽ കോസ്റ്റിനെയാണ് നമ്മൾ ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് വിളിക്കുക. ഫോർ എക്സാമ്പിൾ നമ്മുടെ മൈനിങ് ലൈസൻസ് എടുക്കാനുള്ള ഫീസ്, അല്ലെങ്കിൽ എന്താണ് ബേസിക് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ, ആ മൈനിങ്ങിന് വേണ്ട ബേസിക് ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഫീസ്, ആദ്യമായി നമ്മൾ വാങ്ങിക്കുന്ന മെഷീനറീസിന്റെ ഫീസ് അല്ല റേറ്റ്, ഇതിന് റേറ്റ് അല്ല എന്താ പറയുക, കോസ്റ്റ്, ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് ടൈം പേയ്മെന്റ് ആണ്, അതൊരു സിംഗിൾ പേയ്മെന്റ് ആയിരിക്കും. ആദ്യം നമ്മൾ ആ മൈൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ആ ക്യാപിറ്റൽ കോസ്റ്റിനകത്താണ് വരിക. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ വൺസ് ദ മൈൻ സ്റ്റാർട്ടഡ്, മൈൻ പിന്നെ ക്ലോസ് ചെയ്യുന്നത് വരെയുള്ള കോസ്റ്റ് നമ്മുടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റിനകത്താണ് പോവുക. അതായത് നമ്മുടെ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ മെഷീൻസിന്റെ മെയിൻ്റനൻസ്, ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ വർക്കേഴ്സിന്റെ വേജസ്, സാലറീസ് കൊടുക്കുക, അല്ലെങ്കിൽ പിന്നെന്താ നമ്മുടെ മെഷീൻസ് റൺ ചെയ്യാനുള്ള ഫ്യൂവലിന്റെ പൈസ, അപ്പൊ ഇതെല്ലാം നമ്മുടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റിനകത്തായിരിക്കും വരുന്നത്. മൈൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടുള്ള അത് ക്ലോസ് ചെയ്യുന്നത് വരെ മൈൻ ക്ലോഷർ എന്നാണ് അതിന് പറയാ. ക്ലോസ് ചെയ്യുന്ന പ്രോസസ്സിനെ ക്ലോഷർ എന്നാ പറയാ. മൈൻ ക്ലോഷർ വരെയുള്ള എല്ലാ പ്രോസസ്സുകളും അതിന്റെ റേറ്റുകളും അതിന്റെ കോസ്റ്റുകളും വരുന്നത് ഓപ്പറേറ്റിംഗ് കോസ്റ്റിനകത്തായിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ ആണ് ലാൻഡ് റിക്വയർമെന്റ്. ലാൻഡ് റിക്വയർമെന്റ് നമുക്കറിയാം കൂടുതൽ വേണ്ടത് എപ്പോഴും ഓപ്പൺ കാസ്റ്റ് മൈനിങ്ങിനായിരിക്കും, അല്ലെ? കാരണം എന്താ, നമ്മൾ ഓപ്പൺ കാസ്റ്റിൽ പിറ്റ് എടുക്കുകയാണ്. അപ്പൊ അത്രയും ഓപ്പൺ പിറ്റ് എടുക്കുമ്പോൾ അത്രയും സ്ഥലം നമുക്ക് വേണം. അത് മാത്രമല്ല, ഇവിടെ നിന്ന് എടുക്കുന്ന ഓവർ ബർഡനെ ഡംപ് ചെയ്യാനുള്ള എക്സ്ട്രാ സ്ഥലം വേണം. മൈൻ ഡംപിന് വേണ്ടിയിട്ട് എക്സ്ട്രാ സ്ഥലം വേണം. പിന്നെ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ എന്താ പറയാ അക്കോമഡേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നമുക്ക് എന്താണ്, നമ്മുടെ ലാൻഡ് റിക്വയർമെന്റ് നമുക്ക് ചിന്തിക്കുമ്പോൾ തന്നെ അറിയാം ഓപ്പൺ കാസ്റ്റ് മൈനിങ്ങിലാണ് കൂടുതൽ. അണ്ടർഗ്രൗണ്ട് മൈനിങ്ങിൽ ആക്ച്വലി താഴെ നമുക്ക് സർഫസിൽ നമ്മൾ ഷാഫ്റ്റ് ഇട്ട് ഇറങ്ങി വേറൊരു ഷാഫ്റ്റ് നമ്മൾ എന്താണ് ഇവിടെ ഇട്ട് ഇറങ്ങി നമ്മുടെ എക്സസ് പോയിന്റ്, അതായത് നമ്മുടെ ഓർ ഡെപ്പോസിറ്റ് ഇവിടെയാണ് കിടക്കുന്നതെങ്കിൽ ബാക്കി ഇവിടെയൊക്കെ നമുക്ക് സർഫസിന് ചേഞ്ചസ് ഒന്നും വരുന്നില്ല. സോ ലാൻഡ് റിക്വയർമെന്റ് നോക്കുകയാണെങ്കിൽ അണ്ടർഗ്രൗണ്ട് മൈനിങ്ങിന് ലാൻഡ് റിക്വയർമെന്റ് കുറവാണ്. ദെൻ എൻവയോൺമെന്റൽ ഇമ്പാക്റ്റും ഓപ്പൺ കാസ്റ്റ് മൈനിങ്ങിനാണ് കൂടുതൽ. കാരണം എന്താ, നമ്മളൊരു ഓപ്പൺ പിറ്റ് അവിടെ വരും, ഒരു വലിയൊരു കുഴി നമ്മുടെ ഭൂമി മുകളിൽ നിന്ന് നോക്കുമ്പോൾ വലിയൊരു കുഴി ഉണ്ടാവുകയാണ്, അവിടുത്തെ സോയിൽ റിമൂവ് ആയി, പിന്നെ എന്താണ് അവിടുത്തെ ട്രീസ് പോയി, അവിടുത്തെ വേറെ എന്തെങ്കിലും എക്കോസിസ്റ്റത്തിനെ ബാധിക്കുന്നുണ്ട്. പക്ഷെ അണ്ടർഗ്രൗണ്ട് മൈനിങ്ങിന്റെ കേസിൽ ഈ പറഞ്ഞ പോലെ ആ ഷാഫ്റ്റ് ഇടുന്ന സ്ഥലങ്ങൾ ഒഴിച്ചാൽ ബാക്കി ലാൻഡ് എന്താണ്, ഇറ്റ് സിമിലർ, പണ്ടുള്ളത് പോലെ തന്നെ സിമിലർ ആണ്. സോ ട്രീസ് ഒന്നും പോകുന്നില്ല, അവിടുത്തെ എക്കോസിസ്റ്റം പോകുന്നില്ല, അവിടുത്തെ സെറ്റിൽമെന്റ്സ് പോകുന്നില്ല. സോ എൻവയോൺമെന്റൽ ഇമ്പാക്ട് കൂടുതലും ഓപ്പൺ കാസ്റ്റ് മൈനിങ്ങിനാണ്. ദെൻ സേഫ്റ്റി, ഓഫ് കോഴ്സ് സേഫർ എന്ന് പറയുന്നത് ഓപ്പൺ കാസ്റ്റ് ആണ്. അണ്ടർഗ്രൗണ്ട് മൈനിങ് നമുക്കറിയാം താഴേക്ക് ഇറങ്ങി ചെയ്യുമ്പോൾ കുറവാണ്, ഓക്സിജൻ കുറവാണ്, ഡീപ്പർ ആയിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻസ് ആണ്, ഹോട്ട് ആയിരിക്കും, ചൂടായിരിക്കും അകത്ത്. അതുപോലെ എന്താ പറയാ ഒരുപാട് എന്താ നമ്മുടെ സേഫർ വശം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അണ്ടർഗ്രൗണ്ട് മൈനിങ് ഈസ് ആക്ച്വലി നോട്ട് സേഫർ. ഓക്കെ, ദെൻ റിക്കവറി റേറ്റ് കൂടുതൽ ഓപ്പൺ കാസ്റ്റ് മൈനിങ്ങിനാണ്, അണ്ടർഗ്രൗണ്ട് മൈനിങ്ങിന് കുറവാണ് റിക്കവറി റേറ്റ് വരുന്നത്. റിക്കവറി റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഓർ ഡെപ്പോസിറ്റുകൾ എടുക്കുന്ന റേറ്റ്, അതായത് ഓർ ഡെപ്പോസിറ്റ് നമുക്ക് എന്താ ഗ്രേഡ് എന്ന് പറയുമല്ലോ, അതായത് നമുക്ക് നല്ല ഗ്രേഡ് ഉള്ള ഓർ ഡെപ്പോസിറ്റുകൾ കിട്ടിയാൽ നമ്മൾ പറയും റിക്കവറി റേറ്റ് അവിടെ കൂടുതലാണെന്ന് പറയും. അതേസമയം നമ്മുടെ ഗ്രേഡ് കുറഞ്ഞ അത് എന്താ പറയാ
എമൗണ്ട്, അതായത് ഇത്ര സമയത്ത് എടുക്കുന്ന എമൗണ്ട് അത്രയും അധികം ഉണ്ടെങ്കിലാണ് റിക്കവറി റേറ്റ് നമ്മൾ കൂടുതലാണെന്ന് പറയാം. ചിലപ്പോൾ എമൗണ്ട് എന്തായിരിക്കും, ചില കേസസ് നമ്മൾ അണ്ടർഗ്രൗണ്ട് മൈനിങ്ങിൽ ഒരുപാട് നമ്മൾ കഷ്ടപ്പെട്ടാൽ മാത്രമാണ് 1 ടൺ മിനറൽ ഡെപ്പോസിറ്റ് നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നത്. അപ്പൊ ആ ഓറ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ റിക്കവറി റേറ്റ് നോക്കുമ്പോൾ നമ്മൾ ഓപ്പൺ കാസ്റ്റ് മൈനിങ്ങിനാണ് റിക്കവറി റേറ്റ് ഹയർ ആയിട്ട് വരിക. ഏകദേശം 90%, ഏകദേശം കംപ്ലീറ്റും റിക്കവറി റേറ്റ് ഓർ നമുക്ക് അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കളക്ട് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ അണ്ടർഗ്രൗണ്ട് മൈനിങ്ങിന്റെ കേസിൽ നമ്മുടെ ഈ ചുറ്റുമിരിക്കുന്ന റോക്ക്, ചുറ്റുമിരിക്കുന്ന സോയിൽ ഇതെല്ലാം റിമൂവ് ചെയ്ത് വരുമ്പോഴത്തേക്കും റിക്കവറി റേറ്റ് എന്ന് പറയുന്നത് ലോവർ ആയിരിക്കും. ദെൻ ഫ്ലെക്സിബിലിറ്റി ഇൻ പോപ്പുലേറ്റഡ് ഏരിയാസ് പൂവർ ആണ് ഓപ്പൺ കാസ്റ്റ് മൈനിങ്ങിന്റെ കേസിൽ. അണ്ടർഗ്രൗണ്ട് മൈനിങ്ങിന്റെ കേസിലാണ് കൂടുതൽ. ഞാൻ പറഞ്ഞ പോലെ പോപ്പുലേഷൻസിനെയൊക്കെ ബാധിക്കും. നമ്മൾ അവിടുത്തെ ആ ഫുൾ സ്ഥലം ഏറ്റെടുക്കണം. ആ ഒരു മൊത്തം ഏരിയ നമ്മൾ എന്ത് ചെയ്യണം, ഏറ്റെടുത്താൽ മാത്രമേ പിറ്റ് കുഴിച്ചെടുത്ത് പിന്നെ അവിടെ നിന്നുള്ള വേസ്റ്റ് ഡംപ് ചെയ്യാനുള്ള സ്ഥലം, പിന്നെ അവിടെ നിന്ന് നമ്മൾ ഈ ഗ്രൗണ്ട് വാട്ടർ മാറ്റുകയാണെങ്കിൽ അതിന്റെ റിസർവോയർ, ആൾക്കാരുടെ ഈ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ അക്കോമഡേഷൻ, ഇതെല്ലാം ഏതാണ് ഓപ്പൺ കാസ്റ്റിൽ വരും. അണ്ടർഗ്രൗണ്ട് മൈനിങ് ആകുമ്പോൾ നമുക്ക് ഈ പിറ്റിന്റെ സ്ഥലം വേണ്ട, മൈൻ ഡംപിന്റെ സ്ഥലം വേണ്ട. സോ കൂടുതൽ ഫ്ലെക്സിബിൾ ആണ് ഇൻ പോപ്പുലേറ്റഡ് ഏരിയാസ്. ദെൻ ആപ്ലിക്കബിലിറ്റി ഇൻ പ്രൊട്ടക്റ്റഡ് ഏരിയാസ്. ഓപ്പൺ കാസ്റ്റ് മൈനിങ് പ്രൊട്ടക്റ്റഡ് ഏരിയാസ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാലോ, നമ്മുടെ ഈ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് അല്ലെങ്കിൽ നാഷണൽ പാർക്സ് അല്ലെങ്കിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള എക്കോസിസ്റ്റംസ് ഉള്ള ഏരിയാസ്, ഇതൊക്കെയാണ് പ്രൊട്ടക്റ്റഡ് ഏരിയാസ് എന്ന് പറയാം. ഓപ്പൺ കാസ്റ്റ് മൈനിങ് അവിടെ നമുക്ക് ലിമിറ്റഡ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ബിക്കോസ് അതെല്ലാം അവിടെ ബാധിക്കപ്പെടും അല്ലെ. നമുക്ക് അത്രയും ഭാഗം നമ്മൾ ക്ലിയർ ചെയ്താൽ മാത്രമേ, എർത്തിനെ അവിടെ നിന്ന് ക്ലിയർ ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെ താഴേക്ക് ഇറങ്ങാനായിട്ട് പറ്റുള്ളൂ. സോ അണ്ടർഗ്രൗണ്ട് മൈനിങ് എന്ന് പറയുമ്പോൾ അതായിരിക്കും കൂടുതലും പ്രൊട്ടക്റ്റഡ് ഏരിയാസിൽ നമ്മൾ ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. ദെൻ ടെക്നിക്കൽ കോംപ്ലക്സിറ്റി നോക്കുമ്പോൾ ഓഫ് കോഴ്സ് അണ്ടർഗ്രൗണ്ട് മൈനിങ്ങിനാണ് ടെക്നിക്കൽ കോംപ്ലക്സിറ്റി കൂടുതൽ. ഓപ്പൺ കാസ്റ്റ് മൈനിങ്ങിന് ടെക്നിക്കൽ കോംപ്ലക്സിറ്റി കുറവായിരിക്കും, നമുക്ക് എല്ലാവർക്കും അറിയാം. ബിക്കോസ് എന്താണ്, ഇവിടെ നമ്മൾ പൈപ്പുകൾ ഇടണം, അതിന്റെ കോസ്റ്റ് ഉണ്ട്, ചുറ്റിരിക്കുന്ന റോക്കുകളുടെ കണ്ടീഷൻസ് നോക്കണം, അങ്ങനെ പല പല കാര്യങ്ങളും നോക്കണം. ടെക്നിക്കലി ഭയങ്കര കോംപ്ലക്സ് ആയിരിക്കും. പക്ഷെ ഇത് ജസ്റ്റ് ആ ഒരു ഓവർ ബർഡൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് വെരി സിമ്പിൾ, റിലേറ്റീവ്ലി സിമ്പിൾ ആണ്. ദെൻ ഇവിടെ ഞാൻ 2 ഫിഗേഴ്സ് ഡയഗ്രാംസ് അല്ലെങ്കിൽ പടങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്താണോ അണ്ടർഗ്രൗണ്ട് മൈനിങ് എന്നും എന്താണ് ഒരു ഓപ്പൺ കാസ്റ്റ് മൈനിങ് എന്നും മനസ്സിലാവും. ദെൻ അഡ്വാൻറ്റേജസ് ഓൾറെഡി നമ്മൾ ആ ടേബിളിൽ പറഞ്ഞാണ്, ഞാൻ ജസ്റ്റ് വായിച്ചു പോകുന്നതേ ഉള്ളൂ. ഓപ്പൺ കാസ്റ്റ് മൈനിങ്ങിന്റെ അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. ഹൈ പ്രൊഡക്ടിവിറ്റി, ലോവർ കോസ്റ്റ്, സേഫർ വർക്കിംഗ് കണ്ടീഷൻസ്, ബെറ്റർ റിക്കവറി ഓഫ് ഓർ. Then open cast mining disadvantages are severe environmental damage, huge land requirement, visual pollution, limited to shallow depths. Then advantages of underground mining: minimal surface disruption, suitable for deep deposits, preserves surface land for other uses. Okay. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും, സർഫസ് ലാൻഡിനെ വേറെ യൂസിന് നമുക്ക് എടുത്തുകൊണ്ട് തന്നെ താഴെയുള്ള എക്കണോമിക് ഡെപ്പോസിറ്റിനെ ഫീസിബിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്ന മൈനിങ് മെത്തേഡ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അണ്ടർഗ്രൗണ്ട് മൈനിങ്. ദെൻ ഡിസഡ്വാൻറ്റേജസ് ഓഫ് അണ്ടർഗ്രൗണ്ട് മൈനിങ്: ഹൈ കോസ്റ്റ് ആൻഡ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്, ഡേഞ്ചറസ് വർക്കിംഗ് കണ്ടീഷൻസ്, ലോവർ പ്രൊഡക്ടിവിറ്റി, റിക്വയർസ് അഡ്വാൻസ്ഡ് ടെക്നോളജി ആൻഡ് പ്ലാനിങ്. ഓക്കെ. ഇനി ആപ്ലിക്കബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഒരു മൈൻ അവിടെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എത്രത്തോളം അതിന് ആപ്ലിക്കബിൾ ആണ്, ആ മൈൻ അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ ആ ഏരിയ എത്രത്തോളം ആപ്ലിക്കബിൾ ആണ് എന്ന് പറയുന്നതാണ് ആപ്ലിക്കബിലിറ്റി ഓഫ് മൈൻസ് എന്ന് പറയുന്നത്. സോ അത് നമ്മൾ ആ ടേബിളിൽ നോക്കിയ കാര്യമാണ്. ആപ്ലിക്കബിലിറ്റി ഓഫ് ഓപ്പൺ കാസ്റ്റ് മൈനിങ് നോക്കിക്കഴിഞ്ഞാൽ എവിടെയൊക്കെ നമുക്ക് ഒരു ഓപ്പൺ കാസ്റ്റ് മൈനിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും? ഡെപ്പോസിറ്റ് സർഫസിനോട് അടുത്ത് ഷാലോ ആയിട്ട് കിടക്കുമ്പോഴും ലാർജ് ആയിട്ടും ഫ്ലാറ്റ് ആയിട്ടും കിടക്കുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓപ്പൺ കാസ്റ്റ് മൈനിങ് സ്റ്റാർട്ട് ചെയ്യാം. ലാൻഡ് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്ട്രിപ്പിംഗ് റേഷ്യോ കുറവാണെങ്കിൽ, സ്ട്രിപ്പിംഗ് റേഷ്യോ ഞാൻ പറഞ്ഞല്ലോ ഓവർ ബർഡനെ റിമൂവ് ചെയ്യുന്ന റേഷ്യോ ആണ്. അപ്പൊ കുറച്ച് ഓവർ ബർഡനെ ഉള്ളുവെങ്കിൽ നമുക്ക് ഏറ്റവും ഉത്തമം അവിടെ ഓപ്പൺ കാസ്റ്റ് മൈനിങ് തുടങ്ങാന്നുള്ളതാണ്. ദെൻ എൻവയോൺമെന്റൽ കണ്ടീഷൻസും ലീഗൽ കണ്ടീഷൻസും അവിടെ ഫേവറബിൾ ആണെങ്കിൽ, ഓക്കെ, എൻവയോൺമെന്റലി സെൻസിറ്റീവ് അല്ല അല്ലെങ്കിൽ ഓവർ പോപ്പുലേറ്റഡ് അല്ല ആ റീജിയൻ എങ്കിൽ നമുക്ക് അവിടെ ഓപ്പൺ പിറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ദെൻ മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ബൾക്ക് മിനറൽ എക്സ്ട്രാക്ഷൻ അറ്റ് ലോ കോസ്റ്റ്, എസ്പെഷ്യലി ഇൻ റിമോട്ട് റൂറൽ ഏരിയാസ് വിത്ത് മിനിമൽ എൻവയോൺമെന്റൽ റെസ്ട്രിക്ഷൻസ്. എൻവയോൺമെന്റൽ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാത്ത റൂറൽ ഏരിയാസിൽ നമുക്ക് മിനറൽ എക്സ്ട്രാക്ഷന് ലോ കോസ്റ്റിൽ എടുക്കാൻ പറ്റുന്നത് എപ്പോഴും ഓപ്പൺ കാസ്റ്റ് മൈനിങ്ങിലാണ്. പക്ഷെ കോസ്റ്റ് മാത്രം നമുക്ക് നോക്കിയാൽ പോരാ, നമ്മുടെ എൻവയോൺമെന്റൽ റെസ്ട്രിക്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. അൺലെസ് അവിടെ വേറെ ഒരു എൻവയോൺമെന്റൽ രീതിയിലുള്ള ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല എന്നുണ്ടെങ്കിൽ ലോ കോസ്റ്റിൽ ആ മിനറലിനെ എക്സ്ട്രാക്ട് ചെയ്യാനുള്ള ഏറ്റവും നല്ല ആപ്ലിക്കബിൾ മെത്തേഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഓപ്പൺ കാസ്റ്റ് മൈനിങ്. ദെൻ ലിമിറ്റേഷൻസ് ഓഫ് ഓപ്പൺ കാസ്റ്റ് മൈനിങ്, എവിടെയൊക്കെ നമുക്ക് തുടങ്ങാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. ഇതൊക്കെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും അതുപോലെ ആപ്ലിക്കബിലിറ്റി ലിമിറ്റേഷൻ എല്ലാം ഒരുമിച്ച് പറയുന്ന കുറച്ച് ടോപ്പിക്കുകളാണ്. ദെൻ ഡെപ്ത് ലിമിറ്റേഷൻ ആണ് ഫസ്റ്റ് ലിമിറ്റേഷൻ. ഒരു 200 to 300 മീറ്റേഴ്സിന്റെ ബിയോണ്ട് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഓപ്പൺ കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല.
Then land requirement requires vast surface area. പിറ്റിനും വേസ്റ്റ് ഡംപിനും ഇൻഫ്രാസ്ട്രക്ചറിനും വേണ്ട ഏരിയാസ് നമുക്ക് വേണ്ടി വരും. ലാൻഡ് റിക്വയർമെന്റ് ഹൈ ആണ്. ദെൻ എൻവയോൺമെന്റൽ ഇമ്പാക്ട് കൂടുതലാണ് ഓപ്പൺ കാസ്റ്റ് മൈനിങ്ങിന്. ലാൻഡ് ഡിഗ്രേഡേഷൻ വരാം, ലാൻഡ് ഡീഫോറസ്റ്റേഷൻ വരാം, എയർ പൊല്യൂഷൻ വരാം, നോയിസ് പൊല്യൂഷൻ വരാം, വാട്ടർ കണ്ടാമിനേഷൻ വരാം, വിഷ്വൽ സ്കാർസ് വരാം. വിഷ്വൽ സ്കാർ എന്ന് പറയുന്നത് നമ്മൾ പുറത്തുനിന്ന് എർത്തിനെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന മാറ്റം. ഓക്കെ, ഇപ്പൊ നമ്മുടെ എർത്ത് ആണ് ഇതെന്ന് വിചാരിക്കുക, ഇവിടെ നമ്മുടെ ഒരു മൈൻ ഉണ്ടെന്ന് വിചാരിക്കുക, നമ്മളൊരു പ്ലെയിനിൽ നിന്ന് താഴോട്ട് നോക്കുകയാണ്. ഓക്കെ, ഒരു പ്ലെയിനിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ അവിടെ എന്താണ്, ഒരു ഓപ്പൺ പിറ്റിന്റെ ഒരു കുഴിവ്, ഒരു ഡിപ്രഷൻ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അതിനാണ് വിഷ്വൽ സ്കാർ എന്ന് വിളിക്കുന്നത്. ഇതെല്ലാം ഓപ്പൺ കാസ്റ്റ് മൈനിങ്ങിന്റെ ലിമിറ്റേഷൻ ആണ്. ദെൻ സോഷ്യൽ ഇമ്പാക്ട് ഉണ്ട്. കമ്മ്യൂണിറ്റീസിന്റെ ഡിസ്പ്ലേസ്മെന്റ്, ആൾക്കാരെ മാറ്റി പാർപ്പിക്കേണ്ടി വരും. അഗ്രികൾച്ചർ ഉണ്ടെങ്കിൽ അത് ലോസ് ആകും, ലൈവ്ലിഹുഡ് ചേഞ്ച് ചെയ്യും. അപ്പൊ അതൊക്കെയാണ് സോഷ്യൽ ഇമ്പാക്റ്റിൽ വരുന്നത്. ജിയോളജിക്കൽ ആൻഡ് സേഫ്റ്റി ലിമിറ്റേഷൻസ്, നാരോ ആയിട്ടുള്ള, സ്റ്റീപ്പ് ആയിട്ടുള്ള, ഡീപ് ഡെപ്തിൽ കിടക്കുന്ന ഓർ ബോഡീസിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ സ്ലോപ്പ് ഫെയിലിയർ, സേഫ്റ്റി ലിമിറ്റേഷനിൽ വരുന്നതാണ് സ്ലോപ്പ് ഫെയിലിയർ, ആക്സിഡന്റ് ആൻഡ് ബ്ലാസ്റ്റിംഗ് ഹസാർഡ്സ്. സ്ലോപ്പ് ഫെയിലിയർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ ഓപ്പൺ പിറ്റ് മൈനിങ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഓപ്പൺ പിറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ സ്ലോപ്പ് ഉണ്ടല്ലോ, ചില കേസസിൽ നമ്മൾ ഇവിടെ ഇരിക്കുന്ന റോക്ക് അത്ര സ്ട്രെങ്ത് ഉള്ള അല്ലെങ്കിൽ അത്രയും ഇൻടാക്ട് ആയിട്ടുള്ള റോക്സ് അല്ലെങ്കിൽ സോയിൽ അല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ജിയോളജിക്കൽ ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മഴ അല്ലെങ്കിൽ കുറച്ച് കൂടിയ മഴ പെയ്തു നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിലും, അല്ലെങ്കിൽ ആ ഏരിയയിൽ സാധാരണ പെയ്യുന്നതിനെക്കാട്ടിലും കുറച്ച് മഴ കൂടുതൽ പെയ്യുമ്പോൾ ഇവിടെ നിന്നും ഫെയിലിയർ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഈ സ്ലോപ്പ് ഇടിഞ്ഞ് അകത്തേക്ക് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അതിനാണ് സ്ലോപ്പ് ഫെയിലിയർ എന്ന് വിളിക്കുന്നത്. സേഫ്റ്റി ലിമിറ്റേഷൻസിൽ വരുന്നത് ആ സ്ലോപ്പ് ഫെയിലിയർ ആണ്. പിന്നെ ആക്സിഡൻസ് എന്ന് പറയുമ്പോൾ മെഷീനറി ആക്സിഡൻസ് ആവാം, ആൾക്കാരുടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഇടയിൽ ഉണ്ടാവുന്ന ആക്സിഡൻസ് ആവാം. ബ്ലാസ്റ്റിംഗ് ഹസാർഡ്സ് എന്ന് പറയുമ്പോൾ ബ്ലാസ്റ്റിങ്ങും ഡ്രില്ലിങ്ങും ഒക്കെ എന്താണ് നമ്മൾ പഠിക്കും. ബ്ലാസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ക്വാറീസിലൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ഈ വെടി ഇതുണ്ടല്ലോ, സൗണ്ട് കേൾക്കുമല്ലോ, നമ്മുടെ ഈ ഇത് വെക്കാന്ന് പറയും, ഡൈനാമേറ്റ് വെക്കാന്നൊക്കെ പറയും. ഡൈനാമേറ്റ് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് എ ബ്ലാസ്റ്റർ. ഓക്കെ, ഡൈനാമേറ്റ് വെക്കാന്ന് പറയും. ക്വാറീസിലൊക്കെ നമ്മൾ വലിയൊരു ശബ്ദം, ഒരു ഇടി പോലെ കേൾക്കും. അത് ആക്ച്വലി എന്താണ്, ബ്ലാസ്റ്റ് വെച്ചിട്ട് ഇവിടെ ഉള്ള ആ ഏരിയനെ നമ്മൾ ബ്ലാസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ ചുറ്റിരിക്കുന്ന റോക്കിനെ ബ്ലാസ്റ്റ് ചെയ്തിട്ടായിരിക്കും അകത്ത് ഓറിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, റിക്കവർ ചെയ്ത് എടുക്കുന്നത്. സോ അതിനെയാണ് ബ്ലാസ്റ്റിംഗ് ഹസാർഡ്സ് എന്ന് വിളിക്കുക. ദെൻ ഓപ്പറേഷണൽ ആൻഡ് ലീഗൽ ചലഞ്ചസ് വരുന്നുണ്ട്. റീഹാബിലിറ്റേഷൻ കോസ്റ്റുകൾ ഹൈ ആണ്, കോംപ്ലക്സ് റീസ്റ്റോറേഷൻ ആണ്, ലീഗൽ റെസ്ട്രിക്ഷൻസ് ഇൻ പ്രൊട്ടക്റ്റഡ് ഓർ പോപ്പുലേറ്റഡ് ഏരിയാസ്. റീഹാബിലിറ്റേഷൻ എന്ന് പറയുമ്പോൾ റീസ്റ്റോറേഷൻ എന്നാണ് മീനിങ് വരിക. ഓക്കെ, റീഹാബിലിറ്റേഷൻ അതായത് നമ്മുടെ ഓപ്പൺ പിറ്റ് മൈനിങ് ഒരു ഏരിയയിൽ നമ്മൾ മൈൻ ചെയ്തു, ഒരു ഓപ്പൺ പിറ്റ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു, നമ്മൾ ഇവിടുന്ന് മൈൻ ഓർ ബോഡി കണ്ടുപിടിച്ചു, മൈൻ ചെയ്യുന്നു, ഓർ പുറത്തെടുക്കുന്നു, കംപ്ലീറ്റ് ഓർ നമ്മൾ എന്ത് ചെയ്തു, അങ്ങനെ എടുത്തു കഴിഞ്ഞു. ഓക്കെ, ഇനി ആ ഒരു റീജിയൻ, ആ ഒരു മൈൻ കൊണ്ട് നമുക്ക് ഉപകാരമില്ല എന്നൊരു സ്റ്റേജ് എത്തും. എല്ലാ ഓർ ബോഡിയും നമ്മൾ കംപ്ലീറ്റ്ലി യൂട്ടിലൈസ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ആ മൈൻ എന്ത് ചെയ്യണം എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തും. അതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ആ സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് ഒരിക്കലും അതിനെ അങ്ങനെ ഇട്ടിട്ട് പോകാനായിട്ട് പറ്റില്ല. അക്കോർഡിംഗ് ടു അവർ ഗവൺമെന്റ് ലോസ്, നമ്മുടെ ലോസ് അനുസരിച്ച് എന്താണ്, നമ്മൾ ഈ മൈൻ നമ്മൾ ഈ കുഴിക്കുന്നതിന് മുന്നേ ആ ഏരിയ എങ്ങനെ ആയിരുന്നോ ആ ഒരു രീതിയിലേക്ക് ഇതിനെ തിരിച്ചു കൊണ്ടുവന്നാൽ ശേഷം മാത്രമേ ആ മൈനിങ്ങിനോടുള്ള നമ്മുടെ റെസ്പോൺസിബിലിറ്റി അവിടെ മാറത്തുള്ളൂ. ഓക്കെ, നിൽക്കത്തുള്ളൂ. സോ വാട്ട് വി ഡു ഇസ്, നമ്മൾ എന്ത് ചെയ്യണം, ഈ കുഴിച്ചെടുത്ത കുഴിയിൽ ഈ ചുറ്റും നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ട് നമ്മൾ എടുത്ത് മാറ്റിയിരുന്ന മൈൻ ഡംപ് ഉണ്ടല്ലോ, ഈ മൈൻ ഡമ്പിനെ തന്നെ ചില കേസസിൽ ഈ മൈൻ ഡമ്പിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, തിരിച്ച് ഈ കുഴിയിലേക്ക് ഇട്ട് റീസ്റ്റോർ ചെയ്യും. ആ ഏരിയനെ ഫില്ല് ചെയ്ത് നമ്മൾ പുതിയ ഒരു ഏരിയ, ഇതായിരുന്നു പഴയ പിറ്റ്, നമ്മൾ എന്ത് ചെയ്യുന്നു, മണ്ണിട്ട്, ഇതായിരുന്നു നമ്മുടെ സർഫസ്, മണ്ണിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ സർഫസിനോടൊപ്പം തന്നെ എത്തിച്ചിട്ട് ഇവിടെ എന്ത് ചെയ്യും, മരങ്ങൾ വെച്ച് പിടിപ്പിക്കും, കുറച്ച് ജീവജാലങ്ങളെ ഇവിടെ കൊണ്ടിടും. അങ്ങനെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു എക്കോസിസ്റ്റത്തിനെ നമ്മൾ റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരണം. ദാറ്റ് ഇസ് നോൺ ആസ് റീഹാബിലിറ്റേഷൻ ആൻഡ് റീസ്റ്റോറേഷൻ എന്ന് പറയുന്നത്. ആ പഴയ എക്കോസിസ്റ്റത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു റീജിയനെ തിരിച്ചു കൊണ്ടുവരിക. പിന്നെ നമുക്ക് കണ്ടാൽ പോലും ചിലപ്പോൾ മനസ്സിലാവില്ല അവിടെ അങ്ങനെ ഒരു മൈൻ വർക്ക് ചെയ്തിരുന്നു എന്നുള്ള കാര്യം പോലും. ചില കേസിൽ ഈ ക്വാറീസിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്, ക്വാറിയൊക്കെ ക്ലോസ് ചെയ്തതിനു ശേഷം പിന്നെ അവിടെ നമുക്ക് ക്വാറിയിൽ വർക്കിങ്ങിന്റെ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ആ പോൺസിനെയൊക്കെ നമ്മൾ എന്താക്കി മാറ്റും, ഫിഷറീസ്, നമ്മൾ ഫിഷ് കൾട്ടിവേഷനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള റീസ്റ്റോറേഷൻ രീതികൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് കൊണ്ടുവരണം. അത് നമ്മുടെ EIA, എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് എന്ന് പറയുന്ന ഒരു ലോ ഉണ്ട്, റൂൾ ഉണ്ട്. EIA റൂളിനകത്ത് പറയുന്നതാണ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ്. നമ്മളൊരു മൈൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ, മൈൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ എന്താണ്, EIA റിപ്പോർട്ട്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അതായത് ഈ മൈൻ ക്ലോസ് ചെയ്തതിനു ശേഷം നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ഇതിനെ റീസ്റ്റോർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഏതൊക്കെ രീതിയിലാണ് റീസ്റ്റോർ ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആദ്യമേ EIA സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ മൈനിലുള്ള ലൈസൻസ് പോലും ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുള്ളൂ.
സോ ദാറ്റ് ഈസ് നോൺ ആസ് റീഹാബിലിറ്റേഷൻ കോസ്റ്റ്. അപ്പോൾ ഓപ്പൺ കാസ്റ്റ് മൈനിങ്ങിന്റെ കേസിലാണ് റീഹാബിലിറ്റേഷൻ കോസ്റ്റും റീസ്റ്റോറേഷൻ കോസ്റ്റ് ഒക്കെ കൂടുതലായിട്ട് വരുന്നത്. ദെൻ അണ്ടർഗ്രൗണ്ട് മൈൻസിന്റെ ആപ്ലിക്കബിലിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ ഡെപ്ത് ഓഫ് ദ ഓർ ബോഡി വരുന്നുണ്ട്, സ്യൂട്ടബിൾ ഫോർ ഡീപ് ഡെപ്പോസിറ്റ്സ്. യൂഷ്വലി 100 to 200 meters ആണ് ഡെപ്ത് വരുന്നത്. ഓർ ബോഡി ജോമെട്രി നമ്മൾ ഓൾറെഡി പറഞ്ഞു, നാരോ, സ്റ്റീപ്ലി ഡിപ്പിംഗ് ഓർ ഇറഗുലർ ഓർ ബോഡീസ് ആണ്. ദെൻ എക്കണോമിക് ഫാക്ടേഴ്സ്, വയബിൾ വെൻ സ്ട്രിപ്പിംഗ് റേഷ്യോ ഹൈ ആണെങ്കിലാണ് വയബിൾ ആയിട്ട് വരുന്നത്. ദെൻ ആപ്ലിക്കബിലിറ്റി ഓഫ് അണ്ടർഗ്രൗണ്ട് മൈൻസ്, എൻവയോൺമെന്റൽ ആൻഡ് ലാൻഡ് യൂസ് കൺസ്ട്രെയിൻസ് ഓൾറെഡി നമ്മൾ പറഞ്ഞു, സർഫസ് ഡിസ്റ്റർബൻസ് ഇവിടെ കുറവാണ്. ഡെൻസ്ലി പോപ്പുലേറ്റഡ് ഏരിയാസിനാണ് ആപ്ലിക്കബിൾ ആയിട്ട് വരിക, എൻവയോൺമെന്റലി സെൻസിറ്റീവ് ഏരിയാസിനും ആപ്ലിക്കബിൾ ആണ്. ദെൻ ജിയോ ടെക്നിക്കൽ കണ്ടീഷൻസ്, സ്റ്റേബിൾ റോക്ക് മാസ് വേണം ടണലിംഗ് ആൻഡ് ഷാഫ്റ്റുകൾക്ക്. സ്റ്റേബിൾ റോക്ക് മാസ് ഉള്ളിടത്തോളം കാലം നമുക്ക് അണ്ടർഗ്രൗണ്ട് മൈനിങ് ഇറ്റ് ഇസ് വെരി യൂസ്ഫുൾ. ദെൻ ലീഗൽ ആൻഡ് സോഷ്യൽ ഫാക്ടേഴ്സ്, സ്ട്രിക്റ്റ് എൻവയോൺമെന്റ് ലോസ് ഉള്ള ഏരിയാസിലും അതുപോലെ സെൻസിറ്റീവ് എക്കോസിസ്റ്റംസ് വരുന്ന ഏരിയാസിലും ഒക്കെ അണ്ടർഗ്രൗണ്ട് മൈനിങ് ആണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത്. ദെൻ ലിമിറ്റേഷൻസ് ഓഫ് അണ്ടർഗ്രൗണ്ട് മൈനിങ്, ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? ക്യാപിറ്റൽ കോസ്റ്റും കൂടുതലാണ്, ഓപ്പറേറ്റിംഗ് കോസ്റ്റും കൂടുതലാണ്, ദാറ്റ് ഇസ് എ ലിമിറ്റേഷൻസ്. ഇൻഫ്രാസ്ട്രക്ചർ എക്സ്പെൻസീവ് ആണ്, ലേബർ ഹയർ ആണ്, മെയിൻ്റനൻസ് കോസ്റ്റും ഹയർ ആണ്. ദെൻ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ലിമിറ്റഡ് ആണ്. ഓപ്പൺ കാസ്റ്റ് മൈനിങ്ങിന്റെ അത്ര ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നില്ല, പ്രൊഡക്ഷൻ റേറ്റും കുറവാണ്. ദെൻ കോംപ്ലക്സ് വെന്റിലേഷൻ റിക്വയർമെന്റ്സ്, ക്രിട്ടിക്കൽ ഫോർ എയർ സപ്ലൈ ആൻഡ് ഗ്യാസ് റിമൂവൽ. വെന്റിലേഷൻ എന്ന് പറയുന്നത് ഒരു അണ്ടർഗ്രൗണ്ട് മൈനിങ്ങിന്റെ കേസിൽ നമ്മൾ ഷാഫ്റ്റ് ഒക്കെ ഇട്ട് ഇതിനടുത്തേക്ക് എത്തുമ്പോൾ വർക്കേഴ്സ് ഇവിടെ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഓക്സിജൻ കുറവാണ്. മാത്രമല്ല ഈ ബ്ലാസ്റ്റ് ചെയ്താണല്ലോ നമ്മൾ ഓർ എപ്പോഴും പുറത്തെടുക്കുക, ഡ്രിൽ ചെയ്ത് അതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ബ്ലാസ്റ്റ് ചെയ്യുന്ന മെഡിസിൻസ് ഇടും, എന്നിട്ട് അതിനെ ബ്ലാസ്റ്റ് ചെയ്യിക്കും, എക്സ്പ്ലോസീവ്സ് എന്നും വിളിക്കും. എക്സ്പ്ലോസീവ് ബ്ലാസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ബ്ലാസ്റ്റിംഗ്. ബ്ലാസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓർ റിക്കവർ ചെയ്യുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയിൻ ഒക്കെ പോലുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസുകളാണ് കൂടുതലും പ്രൊഡ്യൂസ് ചെയ്യുക. സോ ഡീപ്പ് ഇൻസൈഡ് ദ എർത്ത് ആയതുകൊണ്ട് തന്നെ ഇത് ഇവിടെ കെട്ടി നിൽക്കും, പുറത്തു പോകത്തില്ല. ഓക്കെ, സോ അത് അവിടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിനൊക്കെ ഡേഞ്ചർ ആയിട്ട് വരും. സോ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു അണ്ടർഗ്രൗണ്ട് മൈനിങ് എടുക്കുമ്പോൾ എപ്പോഴും നമ്മളൊരു ഓക്സിലറി, ഒരു സപ്പോർട്ട് ഷാഫ്റ്റ് ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അതിൽ എന്താണ്, വെന്റിലേഷന് വേണ്ടി മാത്രം ഇവിടെ അകത്തുള്ള ഹസാഡസ് ആയിട്ടുള്ള ഗ്യാസസിനെ പുറത്തേക്ക് വിട്ടിട്ട് ഓക്സിജൻ എന്ത് ചെയ്യണം, അകത്തേക്ക് എടുക്കാനും വേണ്ടിയിട്ടുള്ള വെന്റിലേഷൻ ഷാഫ്റ്റുകൾ നമ്മൾ നിർമ്മിക്കും. അപ്പൊ അതെന്താണ്, കോംപ്ലക്സ് ആയിട്ടുള്ള വെന്റിലേഷൻ റിക്വയർമെന്റ്സ് നമുക്ക് വേണ്ടി വരുന്നത് അണ്ടർഗ്രൗണ്ട് മൈനിങ്ങിന്റെ കേസിലാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദെൻ ഹൈ സേഫ്റ്റി റിസ്കുകളുണ്ട്, സേഫ്റ്റി റിസ്കുകൾ കൂടുതലാണ്. എമർജൻസി ഇവാക്വേഷൻ ഒക്കെ പാടായിരിക്കും. പെട്ടെന്നൊരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് വരിക എന്ന് പറയുന്നത് ടൈം കൺസ്യൂമിംഗ് ആണ്. പെട്ടെന്ന് നമുക്ക് ഓപ്പൺ കാസ്റ്റ് മൈനിങ് പോലെ എന്ത് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് പുറത്തേക്ക് വരാനായിട്ട് പറ്റില്ല. വർക്കിംഗ് കണ്ടീഷൻസ് പാടായിരിക്കും, കൺഫൈൻഡ് ആണ്, ഡാർക്ക് ആണ്, ഹോട്ട് ആണ്, ഹ്യൂമിഡ് സ്പേസസുകളായിരിക്കും. ദെൻ ജിയോ ടെക്നിക്കൽ ലിമിറ്റേഷൻസ് ഉണ്ട്. സ്റ്റേബിൾ റോക്ക് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അണ്ടർഗ്രൗണ്ട് മൈനിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം സ്റ്റേബിൾ അല്ല ചുറ്റും ഇരിക്കുന്ന റോക്കുകളെങ്കിൽ അത് കൊളാപ്സ് ചെയ്യാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് മൈൻ എന്ന് പറയുന്നത്. സോ അപ്പോൾ അവിടെ ബുദ്ധിമുട്ടായിട്ട് വരും. ദെൻ എൻവയോൺമെന്റൽ കൺസേൺസ്, വാട്ടർ പൊല്യൂഷനും ലാൻഡ് സബ്സിഡൻസും ആണ് എൻവയോൺമെന്റൽ കൺസേൺസ് വരുന്നത്. വാട്ടർ പൊല്യൂഷൻ ഞാൻ പറഞ്ഞ പോലെ ഗ്രൗണ്ട് വാട്ടർ കണ്ടീഷൻസ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്ത് പമ്പ് ഔട്ട് ചെയ്തുമ്പോഴത്തേക്കും അത് ഓക്കെ ആവും. ലാൻഡ് സബ്സിഡൻസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ സർഫസിൽ നിന്നും ഷാഫ്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ചുറ്റും ഇരിക്കുന്ന റോക്കുകൾ സ്റ്റേബിൾ അല്ല, സ്ട്രെങ്ത് ഉള്ളതല്ല എങ്കിൽ ഈ ഷാഫ്റ്റ് ഇടുന്ന സമയത്ത് തന്നെ ഇവിടെ ഫ്രാക്ചേഴ്സ് ഒക്കെ വീഴാൻ ചാൻസ് ഉണ്ട്. ഫ്രാക്ചേഴ്സ് വീണിട്ട് ഇവിടുത്തെ റോക്കുകൾ പൊടിയാൻ ചാൻസ് ഉണ്ട്. സോ എന്ത് പറ്റും, ഈ ലാൻഡ് സബ്സൈഡ് ചെയ്ത് താഴേക്ക് വീഴാനും ചാൻസ് ഉണ്ട്. സോ സബ്സിഡൻസ് വരാതെ നോക്കേണ്ടത് നമ്മൾ ജിയോളജിസ്റ്റുകൾ പഠിക്കും. ചുറ്റും ഇരിക്കുന്ന റോക്കുകൾ പഠിച്ചതിന് ശേഷം അവരുടെ ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഷാഫ്റ്റുകളൊക്കെ ഇടാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ദെൻ ലോങ് ഡെവലപ്മെന്റ് ടൈം ആണ്. ഡെവലപ്മെന്റ് ടൈം നമ്മൾ ചെയ്ത് വരുമ്പോൾ പ്രോസസ്സ് കുറച്ച് ഡെവലപ്മെന്റ് ടൈം കൂടി വരും rather than open pit mining. Then legal and regulatory restrictions, safety and environmental regulations സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഏരിയാസിലെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. ഓപ്പൺ പിറ്റ് മൈനിങ്ങിന്റെ കേസിൽ പറഞ്ഞു, അണ്ടർഗ്രൗണ്ട് മൈനിങ്ങിന്റെ കേസിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ലിമിറ്റേഷൻസും ആപ്ലിക്കബിലിറ്റിയും എന്ന് പറയുന്നത്. ഇനി ഒരു കുഞ്ഞൊരു ടോപ്പിക് പറയാനുള്ളത്, ഒരു മൈനിന്റെ സൈറ്റ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യേണ്ട കുറച്ച് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അതുപോലെ മൈൻ സൈസ് എങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, അതിനെ പറ്റിയാണ് പറയുന്നത്. സോ ഫസ്റ്റ് വൺ ഈസ് സെലക്ഷൻ ഓഫ് മൈൻ സൈറ്റ്. അതിൽ ആദ്യം തന്നെ പറഞ്ഞത് ജിയോളജിക്കൽ ഫാക്ടേഴ്സ് ആണ്. ജിയോളജിക്കൽ ഫാക്ടറിൽ വരുന്നത് ഒന്ന് ലൊക്കേഷൻ, രണ്ടാമത്തത് ഗ്രേഡ്, ആൻഡ് തേർഡ് വൺ ഇസ് സ്ട്രിപ്പിംഗ് റേഷ്യോ. ലൊക്കേഷൻ എന്ന് പറയുന്നത് മിനറൽ ഡെപ്പോസിറ്റ് എങ്ങനെ കിടക്കുന്നു, അലൈൻമെന്റ് ഓഫ് ദ മിനറൽ ഡെപ്പോസിറ്റ് ആണ് ഇവിടെ നോക്കുക. ഓർ ബോഡിയുടെ പൊസിഷനും ഡെപ്തും ഷേപ്പും. ഇതിന് ഗ്രേഡും റിസർവ് സൈസും. ഓക്കെ, ഗ്രേഡ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, പെർസെന്റേജ് ഓഫ് ഓറിനെയാണ് ഗ്രേഡ് എന്ന് വിളിക്കുക. ഹൈ ഗ്രേഡ് ഓർ എന്ന് പറയും, ലോ ഗ്രേഡ് ഓർ എന്ന് പറയും. ഓക്കെ, സോ
ഒരു ഓർ ബോഡി കിടക്കുമ്പോൾ എല്ലായിടത്തും ഒരേ ഗ്രേഡ് ആവണമെന്നില്ല. ചില റീജിയൻസിന്റെ ഇത്രയും ഭാഗത്ത് ചിലപ്പോൾ നല്ല ഹൈ ഗ്രേഡ് ആയിരിക്കും ഓർ എന്ന് പറയുന്നത്, ചിലപ്പോൾ ഇവിടെ ഇത്രയും ലോ ആയിരിക്കും ഓർ എന്ന് പറയുന്നത്. സോ നമ്മൾ എന്താണ്, നമ്മൾ മൈൻ ചെയ്യുന്ന സമയത്ത് ഹൈ ഗ്രേഡ് ഉള്ള ഏരിയാസ് ആയിരിക്കും കൂടുതൽ നമുക്ക് അട്രാക്റ്റീവ്. അതുപോലെ ലാർജ് റിസർവ്സ്, എമൗണ്ട് ഓഫ് റിസർവ് എവിടെയാണോ കൂടുതൽ അവിടെ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഷാഫ്റ്റ് ഇട്ട് ഇറങ്ങുള്ളൂ അല്ലെങ്കിൽ ഓപ്പൺ പിറ്റ് കൺസ്ട്രക്ട് ചെയ്യുള്ളൂ. സോ ഗ്രേഡ് ആൻഡ് റിസർവ് സൈസ് ഇറ്റ് ഇസ് ഇമ്പോർട്ടന്റ്. സ്ട്രിപ്പിംഗ് റേഷ്യോ കുറവുള്ള സ്ഥലങ്ങളിലെ ഓപ്പൺ കാസ്റ്റ് മൈനിങ് നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ, ഓൾറെഡി പറഞ്ഞു. അപ്പൊ ഇതാണ് ഫസ്റ്റ് സെലക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത്, ഇറ്റ് ഇസ് ജിയോളജിക്കൽ ഫാക്ടേഴ്സ്. സെക്കൻഡ് വൺ ഇസ് ടോപ്പോഗ്രഫി ആൻഡ് അക്സസിബിലിറ്റി. അതായത് ഫ്ലാറ്റ് ടെറൈൻ ആണെങ്കിൽ റിലേറ്റീവ്ലി നമുക്ക് എളുപ്പമായിരിക്കും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ. അതുപോലെ നമുക്ക് ചുറ്റുമുള്ള ഏരിയാസിൽ നല്ല റോഡ് കണക്ഷൻസും റെയിൽവേ കണക്ഷൻസും പോർട്ട് അക്സസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ എടുക്കുന്ന ഓറിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ദെൻ ഫ്ലഡ് പ്രോൺ ആയിട്ടുള്ള അല്ലെങ്കിൽ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഏരിയാസ് നമ്മൾ അവോയ്ഡ് ചെയ്യും. അതൊക്കെയാണ് ടോപ്പോഗ്രഫി ആൻഡ് അക്സസിബിലിറ്റിയിൽ പറയുന്നത്. ദെൻ കമ്മിങ് ടു ലാൻഡ് യൂസ് ആൻഡ് ഓണർഷിപ്പ്, അതായത് അവൈലബിലിറ്റി ഓഫ് സഫീഷ്യന്റ് ലാൻഡ് ഏരിയ ഫോർ പിറ്റ്സ്, വേസ്റ്റ് ഡംസ്, ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെയിലിംഗ്സ്. ലീഗൽ ഓണർഷിപ്പിൽ വരുന്നത് ലാൻഡ് ഷുഡ് ബി ലീഗലി അക്വയറബിൾ വിത്ത് മിനിമൽ ഡിസ്പ്യൂട്ട്സ്. ലാൻഡ് യൂസിൽ പറയുന്നത് എന്താണ്, നമുക്ക് സഫീഷ്യന്റ് ലാൻഡ് ഏരിയ വേണം പിറ്റിന്. അതായത് ഒരു സൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ആ സൈറ്റിന് ചുറ്റുമുള്ള സ്ഥലത്തിൽ നമുക്ക് പിറ്റ് സ്റ്റാർട്ട് ചെയ്യാനും വേസ്റ്റ് ഡംപ് ചെയ്യാനും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാനും ഒക്കെ സ്ഥലം ഉണ്ടെങ്കിലേ നമ്മൾ ആ സൈറ്റ് സെലക്ട് ചെയ്യുള്ളൂ. അതുപോലെ അധികം അവിടുത്തെ കോമൺ പീപ്പിൾ ആയിട്ട് ഡിസ്പ്യൂട്ട്സിനൊന്നും പോകാതെ ലീഗലി നമുക്ക് ആ സ്ഥലം അക്വയർ ചെയ്യാൻ പറ്റിയാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ആ ഒരു സ്ഥലത്ത് മൈൻ സൈറ്റ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, സ്റ്റാർട്ട് ചെയ്യുള്ളൂ. സോ അതാണ് ലാൻഡ് യൂസ് ആൻഡ് ഓണർഷിപ്പ്. ദെൻ എൻവയോൺമെന്റൽ കൺസിഡറേഷൻസ്, എക്കോളജിക്കലി സെൻസിറ്റീവ് സോൺസ് നമ്മൾ അവോയ്ഡ് ചെയ്യും. അതുപോലെ പൊട്ടൻഷ്യൽ ഇമ്പാക്ട് ഓൺ എയർ, വാട്ടർ ആൻഡ് ബയോഡൈവേഴ്സിറ്റി ഷുഡ് ബി മിനിമൽ അല്ലെങ്കിൽ മാനേജബിൾ. അതായത് എയറിനെയും വാട്ടറിനെയും അവിടുത്തെ ബയോഡൈവേഴ്സിറ്റി ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, മാനേജബിൾ ആയിട്ടുള്ള രീതി ഉണ്ടെങ്കിൽ മാത്രമേ ആ മൈൻ നമ്മൾ അവിടെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ, മൈൻ സൈറ്റ് അവിടെ നമ്മൾ ഉറപ്പിക്കുകയുള്ളൂ. സോ അതാണ് എൻവയോൺമെന്റൽ കൺസിഡറേഷൻസ്. എന്തായിരിക്കണം, സേഫർ ആയിട്ടുള്ള സ്ഥലങ്ങളായിരിക്കണം. ദെൻ സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ്, പോപ്പുലേഷൻ ഡെൻസിറ്റി പറ്റി പറയുകയാണെങ്കിൽ ഹൈലി പോപ്പുലേറ്റഡ് ഏരിയാസ് നമുക്ക് മൈൻ സ്റ്റാർട്ട് ചെയ്യാൻ പാടായിരിക്കും, ഡിസ്പ്ലേസ്മെന്റ് ഇഷ്യൂസ് ഒക്കെ വരും ആളുകളുടെ. സോ എന്താണ്, ഡെൻസ്ലി പോപ്പുലേറ്റഡ് ഏരിയാസ് നമ്മൾ അവോയ്ഡ് ചെയ്യും. അതുപോലെ ലോക്കൽ കമ്മ്യൂണിറ്റീസിന്റെ അക്സെപ്റ്റബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളൊരു മൈൻ സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. ബിക്കോസ് അവിടുത്തെ ലോക്കൽ ആൾക്കാർക്ക് സമ്മതമാണെങ്കിൽ, അല്ലെങ്കിൽ അവരിപ്പോ ഒരു കോടതിയിൽ ഒന്ന് സ്റ്റേക്ക് പോയി, അല്ലെങ്കിൽ എന്താണ് അവർക്ക് അത് പറ്റില്ല എന്നുള്ളൊരു സ്റ്റാൻഡ് അവർ എടുക്കുകയാണെങ്കിൽ ഒരു മൈൻ സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് അവിടെ എന്തൊക്കെ പറഞ്ഞാലും ബുദ്ധിമുട്ടായിരിക്കും വിത്തൗട്ട് ദി സപ്പോർട്ട് ഓഫ് ലോക്കൽ കമ്മ്യൂണിറ്റീസ്. സോ ആ അക്സെപ്റ്റബിലിറ്റി നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഇൻഫ്രാസ്ട്രക്ചർ അവൈലബിലിറ്റി, പവർ സപ്ലൈ നല്ലപോലെ വേണം, വാട്ടർ സോഴ്സസ് നല്ലപോലെ വേണം, കമ്മ്യൂണിക്കേഷൻ നല്ലപോലെ വേണം, ഹൗസിംഗ് നല്ലപോലെ അവൈലബിൾ ആയിരിക്കണം. ഇതെല്ലാം ഇൻഫ്രാസ്ട്രക്ചറിൽ വരുന്നു. പിന്നെ പ്രോസസിംഗ് പ്ലാന്റ്സുമായിട്ട് അടുത്തായിരിക്കണം ഇതെല്ലാം കാണുന്നത്, ഇതിന്റെ അടുത്ത് തന്നെ ഇതിന്റെ എല്ലാം പ്രോക്സിമിറ്റി ഉണ്ടാവണം. ദെൻ സേഫ്റ്റി ആൻഡ് ജിയോ ടെക്നിക്കൽ കണ്ടീഷൻസ്, റോക്കിന്റെ സ്റ്റെബിലിറ്റിയും ജിയോ ടെക്നിക്കൽ സ്യൂട്ടബിലിറ്റിയും ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. പിറ്റിന്റെ സ്ലോപ്പിന് വേണ്ടിയിട്ടും അണ്ടർഗ്രൗണ്ട് ഓപ്പണിംഗ്സിൽ ചുറ്റും ഇരിക്കുന്ന റോക്കിന്റെ സ്റ്റെബിലിറ്റി, ഇതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യണം. അതെല്ലാം ഓക്കെ ആണെങ്കിലേ മൈൻ സൈറ്റ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഓക്കെ ആവുള്ളൂ. സീസ്മിക് റിസ്ക് അസസ്മെന്റ്, സീസ്മിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ എർത്ത് കേക്ക് വരാനുള്ള ചാൻസസ് പഠിക്കുന്നതിനെയാണ് സീസ്മിക് ആക്ടിവിറ്റി റിസ്ക് അസസ്മെന്റ്. അപ്പൊ നമ്മൾ നോക്കും അവിടെ എർത്ത് കേക്ക് വേവ്സ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ടോ, അവിടെ ലാൻഡ് എന്താണ്, അങ്ങനെ വൈബ്രേഷൻ വരാൻ ചാൻസ് ഉള്ള ലാൻഡ് ആണോ എന്ന് നോക്കും. ഇഫ് സോ നമ്മൾ ആ പ്ലേസ് എന്ത് ചെയ്യാണ്, അവോയ്ഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഈവൻ അവിടെ ഒരു ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ അവിടെ മൈൻ ചെയ്യില്ല. ബട്ട് സീസ്മിക് ആക്ടിവിറ്റി ഒക്കെ ഓക്കെ ആണ്, ഇറ്റ് ഇസ് എ സ്റ്റേബിൾ ഏരിയ എന്ന് നമുക്കൊരു അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ സ്റ്റാർട്ട് ദ മൈൻ ദർ. ഓക്കെ, അപ്പൊ അതാണ് മൈൻ സൈറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന ഫാക്ടേഴ്സ്. നൗ കമ്മിങ് ടു സെലക്ഷൻ ഓഫ് മൈൻ സൈസ്. മൈൻഡ് സൈസ് സെലക്ട് ചെയ്യാൻ നമ്മൾ എടുക്കുന്ന ഫാക്ടേഴ്സിലെ ഫസ്റ്റ് വൺ ആണ് ഓർ റിസർവ് സൈസ് എന്ന് പറയുന്നത്. അതായത് റിസർവ് സൈസ് ലാർജർ ആണെങ്കിലേ ലാർജർ മൈൻസ് സ്റ്റാർട്ട് ചെയ്തിട്ട് കാര്യമുള്ളൂ, അല്ലെ? നമുക്കൊരു കുഞ്ഞ് ഓർ ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് വലിയൊരു മൈൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. അവിടെ വയബിൾ ആവില്ല. വയബിലിറ്റി മീൻസ് എന്താണ്, നമുക്ക് നമ്മൾ കൊടുക്കുന്ന പൈസ, നമ്മൾ ഇടുന്ന പൈസ നമുക്ക് എന്താണ്, പ്രോഫിറ്റബിൾ ആയിട്ട് മാറ്റണം. അതിനെയാണ് വയബിലിറ്റി എന്ന് പറയാം. ഓക്കെ, പ്രോഫിറ്റബിൾ ആയി നമുക്ക് മുതൽ മുടക്കും ചേർത്ത് എക്സ്ട്രാ ഇങ്ങോട്ട് എന്ത് കിട്ടണം, പ്രോഫിറ്റ് കിട്ടണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മളൊരു പ്രോജക്റ്റിനെ വയബിൾ പ്രോജക്റ്റ് എന്ന് വിളിക്കുകയുള്ളൂ. സോ ലാർജർ ഡെപ്പോസിറ്റുകൾക്കാണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ലാർജർ മൈൻസ് ചെയ്തിട്ട് കാര്യമുള്ളൂ. സ്മോളർ മൈൻസ് ആണെങ്കിൽ അവിടെ ഒരു വലിയൊരു മൈൻ സ്റ്റാർട്ട് ചെയ്ത് ചിലപ്പോൾ കുറച്ചൊരു 2 വർഷം എടുക്കുമ്പോൾ തന്നെ ഓർ ഡെപ്പോസിറ്റ് തീർന്നു പോകും. അപ്പൊ നമുക്ക് എന്താണ്, പ്രോഫിറ്റ് പോയിട്ട് നമ്മൾ ഇടുന്ന ക്യാപിറ്റൽ കോസ്റ്റ് പോലും ചിലപ്പോൾ തിരിച്ചു കിട്ടാതെ വരുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും. സോ എന്താണ്, എപ്പോഴും ലാർജർ മൈൻ ഉണ്ടോ എന്ന് നോക്കുക, ലാർജർ റിസർവ് സൈസ് ഉണ്ടോ എന്ന് നോക്കുക. അതുപോലെ മൈൻ ലൈഫ് എന്ന് പറയുന്നത് ജനറലി ഒരു 10 to 20 years എങ്കിലും പോകണം ഫോർ മേജർ ഇൻവെസ്റ്റ്മെന്റ്സ്. നമ്മൾ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് കൂടിയ മൈൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ
മിനിമം അതിന്റെ ഒരു ലൈഫ് ഒരു 10 years എങ്കിലും പോകണം. 10 to 20 years ഒരു ജനറൽ റേഞ്ച് നമ്മൾ പറയും. അത്രയും പോയാൽ മാത്രമേ പ്രോഫിറ്റബിളി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിൽ നിന്നും പ്രോഫിറ്റ് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ മൈൻ സൈസ് സെലക്ഷനിലെ ഫസ്റ്റ് ഫാക്ടർ ആണ് ഓർ റിസർവ് സൈസ് എന്ന് പറയുന്നത്. ദെൻ മൈനിങ് മെത്തേഡ്, ഓപ്പൺ കാസ്റ്റ് മെത്തേഡ് ആണെങ്കിൽ ലാർജർ സർഫസ് ഏരിയ വേണം. ഹൈ പ്രൊഡക്ഷൻ ഓപ്പറേഷൻസ്, സ്യൂട്ടഡ് ഫോർ ഹൈ പ്രൊഡക്ഷൻ ഓപ്പറേഷൻസ്. ഞാൻ പറഞ്ഞല്ലോ പ്രൊഡക്ഷൻ റേറ്റ് കൂടുതൽ ആർക്കാണ്, ഓപ്പൺ കാസ്റ്റ് മൈനിങ്ങിനാണ്. സോ ഹൈ പ്രൊഡക്ഷൻ ഓപ്പറേഷൻസ് ആണെങ്കിൽ നമുക്ക് ഓപ്പൺ കാസ്റ്റ് ഇടുന്നതായിരിക്കും നല്ലത്. അണ്ടർഗ്രൗണ്ട് മൈൻസ് ആണെങ്കിൽ സൈസിന്റെ കാര്യത്തിൽ ഫ്ലെക്സിബിൾ ആണ്, നമുക്ക് ലാർജർ സർഫസ് ഏരിയ ഒന്നും വേണ്ട. പക്ഷെ ഡെപ്ത്, നമ്മൾ ഇടുന്ന ഡെപ്ത്, ഷാഫ്റ്റിന്റെ ഡെപ്ത്, ഓർ ബോഡിയുടെ ജോമെട്രി, സേഫ്റ്റി, ഇതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. ദെൻ പ്രൊഡക്ഷൻ ഡിമാൻഡ് ആണ്. സൈസ് ഷുഡ് അലൈൻ വിത്ത് ദ മാർക്കറ്റ് ഡിമാൻഡ് ഫോർ ദ മിനറൽ. അതുപോലെ അവോയ്ഡ് ഓവർ പ്രൊഡക്ഷൻ ദാറ്റ് ക്യാൻ ലീഡ് ടു റിസോഴ്സ് ഡിപ്ലീഷൻ ഓർ ഫാളിംഗ് പ്രൈസസ്. അതായത് നമ്മുടെ മാർക്കറ്റ് ഡിമാൻഡ് അനുസരിച്ച് വേണം നമ്മുടെ മൈൻ സൈസ്. അതായത് മൈൻ സൈസ് ഇപ്പൊ ഒരുപാട് ലാർജർ ആണ്, ഇപ്പൊ നമുക്ക് താഴെ ഗോൾഡ് ഉണ്ടെന്ന് വിചാരിക്കുക, ഗോൾഡിന്റെ ഡെപ്പോസിറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. മൈൻ സൈസ് ലാർജർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് മൈൻ കുഴിച്ച് നമ്മൾ എന്താണ് ഈ ഓർ റിസർവ് പുറത്തെടുത്ത് ഗോൾഡിനെ നമ്മൾ എന്ത് ചെയ്യാണ്, മാർക്കറ്റിലേക്ക് വിടുകയാണ്. അപ്പൊ നമുക്ക് ഇൻ 1 year തന്നെ ലോട്ട് ഓഫ് ടൺസ് കിട്ടുകയാണെന്ന് വിചാരിക്കാം. നമുക്ക് വേണ്ടതിനെക്കാട്ടിലും ഒരുപാട് ടൺസ് കൂടുതൽ കിട്ടുമ്പോൾ അത്രയും എന്ത് ചെയ്യും, മാർക്കറ്റിലേക്ക് കയറാണ്. ഓക്കെ, സോ മാർക്കറ്റ് നമുക്കറിയാം, നമ്മുടെ മാർക്കറ്റിൽ ഒരു വരുന്ന ഒരു എന്താ പറയാ, ഒരു പ്രോഡക്റ്റിന്റെ മാർക്കറ്റ് ഡിമാൻഡ്, അതായത് എന്താ, ഒരുപാട് എമൗണ്ടിൽ നമുക്കൊരു സാധനം ഈസി ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ ഡിമാൻഡ് ഓഫ് കോഴ്സ് എന്തായിരിക്കും, കുറവായിരിക്കും. കാരണം എന്താണ്, ഒരുപാട് നമുക്ക് വെറുതെ കിട്ടുന്നുണ്ട്. ഓക്കെ, അത്രയും പെട്ടെന്ന് തന്നെ നമ്മളിപ്പോ ആവശ്യപ്പെടുമ്പോൾ തന്നെ നമുക്കത് കിട്ടുകയാണെങ്കിൽ അതിന്റെ ഡിമാൻഡ് എന്താണ്, കുറവാണ്. പക്ഷെ അതിന് റേറ്റ് ഇപ്പൊ ഒരുപാട് കൂടുതലാണ്. ഇപ്പൊ ഗോൾഡ് പോലെ, ഗോൾഡ് നമുക്കറിയാം ഇപ്പോഴത്തെ ഗോൾഡിന്റെ റേറ്റ് ഇപ്പൊ ഏകദേശം 1 lakh അടുപ്പിച്ചായി അല്ലെ. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കിയേ, 1 lakh അടുപ്പിച്ചാവുന്ന ഒരു ഗോൾഡിന്റെ റേറ്റ്, നമ്മൾ എന്താണ്, ഗോൾഡ് നമുക്ക് കുറച്ച് ഒരു വർഷം ഇത്ര ടൺ ഗോൾഡ് മാത്രമേ നമുക്കൊരു മൈനിൽ നിന്ന് കിട്ടുന്നുള്ളൂ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവിടെ ഡിമാൻഡ് കൂടും. ഓക്കെ, നമുക്ക് ഡിമാൻഡ്, നമ്മൾ എന്താ വാങ്ങിക്കാൻ നിൽക്കുന്ന ആൾക്കാരുടെ ഡിമാൻഡ് കൂടും, ആൾക്കാരുടെ എണ്ണം കൂടും. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് നമ്മൾ ഓവർ പ്രൊഡക്ഷൻ വന്നു കഴിഞ്ഞാൽ ഒരു ഇത്ര റേഞ്ച് ഓഫ് ടൈമിനകത്ത് നമുക്ക് ഓവറായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് റിസോഴ്സ് ഡിപ്ലീഷൻ അവിടെ വന്നിട്ട് പ്രൈസസ് ഫോളോ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പ്രൈസസ് ഫോളോ ചെയ്താൽ നമ്മുടെ ടോട്ടൽ മാർക്കറ്റിന്റെ ടോട്ടൽ മാർക്കറ്റിനെ അത് ബാധിക്കും. സോ ഓവർ പ്രൊഡക്ഷൻ ചെയ്യാതിരിക്കുക എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ്. ദെൻ എക്യുപ്മെന്റ് ആൻഡ് ടെക്നോളജി, ലാർജ് കപ്പാസിറ്റി എക്യുപ്മെന്റ്സിന്റെ അവൈലബിലിറ്റി വേണം. ലാർജ് സ്കെയിൽ ഓപ്പറേഷൻസ് ആണെങ്കിൽ ലാർജ് കപ്പാസിറ്റി എക്യുപ്മെന്റ് വേണം, അതാണ് എക്യുപ്മെന്റ് ആൻഡ് ടെക്നോളജി. ദെൻ എക്കണോമിക് വയബിലിറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ എന്താണ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ ഒരു പ്രോജക്റ്റ് കിട്ടുമ്പോൾ മാത്രമാണ് അതിനെ വയബിൾ പ്രോജക്റ്റ് എന്ന് വിളിക്കുക. ലാർജർ മൈൻസ് ആണെങ്കിൽ ലോവർ കോസ്റ്റ് പെർ ടൺ ഡ്യൂ ടു എക്കണോമിക്സ് ഓഫ് സ്കെയിൽ ആയിരിക്കും. സ്മോളർ മൈൻസ് ആണെങ്കിൽ വയബിൾ ആവണമെന്നുണ്ടെങ്കിൽ ഓർ എന്തായിരിക്കണം, ഹൈ ഗ്രേഡ് ആയിരിക്കണം. ഓക്കെ, അതായത് ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ ഹൈ ഗ്രേഡ് ഉള്ള ഓറുകൾ, അതായത് നമ്മുടെ എന്താ 100% അയൺ കിട്ടുന്ന ഒരു ഓർ ആണെങ്കിൽ അതൊരു സ്മോൾ മൈൻ ആയാലും കുഴപ്പമില്ല. ഓക്കെ, നമുക്കത് വയബിൾ ആയിരിക്കും. പക്ഷെ ഒരു 50% അയണേ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വലിപ്പമുള്ള ഓർ ഡെപ്പോസിറ്റ് ആണെങ്കിൽ അത് എന്താവുള്ളൂ, വയബിൾ ആയിട്ട് മാറുള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്ന പോയിന്റ്. Then environmental and regulatory limits. Size may be limited by permissible production capacity under environmental laws. അതുപോലെ waste disposal capacity, water use and emissions must be managed at scale. അതായത് ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് സൈസ് ലിമിറ്റഡ് ആവണം ബൈ പെർമിസിബിൾ പ്രൊഡക്ഷൻ കപ്പാസിറ്റി. അതായത് എന്താണ് പെർമിസിബിൾ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ഒരു പീരീഡിൽ ഇത്ര ഓർ മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്നൊരു ഇത് നമുക്കുണ്ട്. അത് എക്സീഡ് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അവിടെ ഒരു പെനാൽറ്റി നമ്മൾ അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോ ആ ഒരു പ്രൊഡക്ഷൻ കപ്പാസിറ്റി, ആ ഓറിന്റെ ഇന്ന മിനറലിന്റെ ഒരു ഓർ എടുക്കുമ്പോൾ അയൺ ആണെങ്കിൽ ആ അയൺ എന്ന് പറയുന്ന ഒരു ഓറിന് ഒരു പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ പ്രൊഡക്ഷൻ കപ്പാസിറ്റി അനുസരിച്ച് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, എൻവയോൺമെന്റൽ ലോസ് അനുസരിച്ച് അങ്ങനെ നമ്മൾ എന്ത് മൈൻ നമ്മൾ കുഴിച്ച് അതിനെ പുറത്തെടുക്കാനായിട്ട് റിക്കവർ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, അപ്പൊ പെർമിസിബിൾ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതനുസരിച്ച് മാത്രമേ എടുക്കാൻ പാടുള്ളൂ, ഓവർ പ്രൊഡക്ഷൻ പാടില്ല. ദെൻ വേസ്റ്റ് ഡിസ്പോസൽ കപ്പാസിറ്റി, വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്ന കപ്പാസിറ്റി, വാട്ടർ യൂസ്, എമിഷൻസ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ പോലെ CO2 അതുപോലെ തന്നെ മീതെയിൻ പോലുള്ള ഗ്യാസസ് എക്സ്പ്ലോസീവ്സിലും ബ്ലാസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതിനെയൊക്കെ നമുക്ക് എന്താണ് നല്ലപോലെ എമിഷൻസിനെ എന്ത് ചെയ്യണം, മാനേജ് ചെയ്യണം. കാരണം ഇതെല്ലാം ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്. സോ ഇതൊക്കെ നമ്മുടെ എയറിലേക്ക് പോകുന്നത് ഡേഞ്ചർ ആണ്. സോ എൻവയോൺമെന്റൽ ലോസ് ഉണ്ട്, ഇതൊക്കെ കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് കുറെ ലോസിന് നമ്മൾ ഓക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് ആ മൈനിന്റെ സൈസിനെയും സൈറ്റിനെയും അപ്രൂവൽ കിട്ടുള്ളൂ. ദെൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്, ലാർജർ മൈൻസിനാണെങ്കിൽ
ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്, ഇനിഷ്യൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് കൂടുതലാണ്. അതുപോലെ ഡെവലപ്മെന്റ് ടൈം കൂടും. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് മസ്റ്റ് കൺസിഡർ റേറ്റ് ഓഫ് റിട്ടേൺ. അപ്പൊ ആ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ആദ്യം ഇടുമ്പോൾ എത്ര കാലം കൊണ്ട് നമുക്ക് ഈ റേറ്റ് തിരിച്ചു കിട്ടുമെന്നും എത്ര സമയമെടുത്താണ് അത് തിരിച്ചു കിട്ടും എന്നുള്ളതും നമ്മൾ ഒരു ഐഡിയ ആദ്യമേ നമുക്ക് ഉണ്ടായിരിക്കണം. ഇത്രയാണ് നമ്മുടെ സെലക്ഷൻ ഓഫ് മൈൻ, സൈറ്റ് ആൻഡ് സൈസ് എന്ന് പറയുന്നത്. സോ നമ്മളെ മോഡ്യൂൾ 2-ലെ ഒരു ഏകദേശം ഒരു കുറച്ച് ഭാഗം നമ്മൾ ഈ ഒരു സ്ലൈഡിലൂടെ ഇപ്പോ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ മൈനിങ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന പേപ്പർ ഇപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കോഴ്സസും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ബിഗ് ലേണിംഗ് പുതിയൊരിത് കുട്ടികളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ്, മൈനിങ് എഞ്ചിനീയറിംഗ് കൂടെ ഒരുമിച്ച് ചേർത്തിട്ട് ഒരു 75 ഡേയ്സിന്റെ ഒരു ക്രാഷ് കോഴ്സ് പോലത്തെ ഒരു ബാച്ച് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ അതിന് ചേരാനായിട്ട് താല്പര്യമുള്ള കുട്ടികൾക്ക് ഞാൻ താഴെ ഗൂഗിൾ ഫോം ഇടാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ഗൂഗിൾ ഫോം ഇടുന്നതായിരിക്കും. അത് ഫില്ല് ചെയ്യാം. അല്ലെങ്കിൽ ഈ താഴെ ഞാൻ കാണിച്ചിരിക്കുന്ന ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം. ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നല്ലപോലെ എല്ലാവരും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.